بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير صدق الله العظيم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا وأنت وسيلتنا أدركنا الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا وأنت وسيلتنا أدركنا الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا وأنت وسيلتنا أدركنا وأشهد أن الله لا رب غيره وأنك مأمون على كل غائب وأنك أعلى المرسلين وسيلة إلى الله ابن الأكرمين الأطوائب فكل شفيعا يوم لا ذو شفاعتي بمغن فتيلا أن سواد بن قاربي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ഏറ്റവും ആദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, മാന്യ സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും സംബന്ധിച്ചതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ
മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, സ്നേഹ ജനങ്ങൾ, ഈ മഹത്തായ മഹല്ലത്തിലെ പള്ളികൾ, മദ്രസകൾ, ദീനീ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുകയും അതിന് അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തവർ, ഈ മഹല്ലത്തിലെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. 49 വർഷമായി ഈ പള്ളിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കുത്തുബിയ്യത്ത്, ഇക്കാലമത്രയും അതിൽ പങ്കെടുത്തിരുന്നവർ, അതിനോട് അതിയായ ഇഷ്ടവും താല്പര്യവും ഉണ്ടായിരുന്നവർ, അവർക്കെല്ലാം ഈ മഹത്തായ മജ്ലിസിന്റെ സന്തോഷം അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ മഹല്ലത്തിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ ഉസ്താദുമാർ, മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, ഈ മഹത്തായ ഉറൂസ് കമ്മിറ്റി പ്രവർത്തകന്മാർ, ഇവിടുത്തെ സുന്നത്തി ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകർ, എല്ലാ ദീനീ പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്യുന്ന സഹോദര സഹോദരികൾ, എല്ലാവരിൽ നിന്നും അല്ലാഹു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഖിദ്മയായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ വലിയ ഭാരം തോന്നുന്ന സൽക്കർമ്മങ്ങളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അവർക്കും നമുക്കും ഉള്ള എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പരിഹരിച്ച് അവന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇവിടുത്തെ എല്ലാ നല്ല കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന പള്ളിയിലെ മദ്രസയിലെ ഉസ്താദുമാർ, മറ്റു നാട്ടിലെ ആലിമീങ്ങൾ, അവർക്കൊക്കെ ദീനിന്റെ ഖിദ്മയിലായി അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദുമാർക്കും മറ്റ് സാധാത്തുക്കൾക്കും ഈ നാട്ടിൽ വരുന്ന അതിഥികൾക്കും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കി സൽക്കരിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാർ, അവർക്കൊക്കെ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി എടുക്കുകയും വിരോധിച്ചത് വർജിക്കുകയും ചെയ്ത് തഖ്വ ഉൾക്കൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുന്നു. ഈ മഹത്തായ മജ്ലിസിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിന് ബഹുമാനപ്പെട്ട ഉദ്യാപുരം തങ്ങളുപ്പാപ്പ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ സ്റ്റേജിലേക്ക് കടന്നു വരും. തങ്ങളുപ്പാപ്പയുടെ ഭക്തി നിർഭരമായ
പ്രാർത്ഥനയും അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള നസീഹത്തും അതുപോലെ ഈ സ്റ്റേജിൽ ധാരാളം ആലിമീങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ ആവശ്യാനുസരണം നിങ്ങളോട് സംസാരിക്കും, ഉപദേശിക്കും. അതിൻ്റെ മുൻപ് 12:20 കാസർഗോഡ് നിന്ന് ട്രെയിനിൽ തിരിച്ചു പോകേണ്ട നിർബന്ധ സാഹചര്യം ഉള്ളതിനാൽ വളരെ കുറഞ്ഞ സമയം അല്പം ചില കാര്യങ്ങൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കണക്കിലെടുത്ത് ഇതിന്റെ പ്രവർത്തകരുടെയും ഈ മഹല്ലത്തിലെ നല്ലവരായ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ആത്മാർത്ഥമായ സ്നേഹവും ക്ഷണവും സ്വീകരിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി പെട്ടെന്ന് അവസാനിപ്പിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി 1:30 മണിക്ക് ട്രെയിൻ കയറി 6 മണിക്ക് കാസർഗോഡ് എത്തി. ശേഷം ഇങ്ങോട്ട് യാത്ര ചെയ്ത് 8 മണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയത്. നിസ്കാരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും കഴിഞ്ഞ് എവിടെയും താമസിക്കാതെ അല്പം പോലും വിശ്രമിക്കണം എന്നുദ്ദേശിക്കാതെ ഈ മഹത്തായ മജ്ലിസിലേക്ക് എത്തിയതാണ്. എല്ലാം അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സാധാരണ എല്ലാ പ്രഭാഷണ വേദികളിലും പ്രവർത്തകന്മാര് ആവശ്യപ്പെടുന്നത് പോലെ ഇവിടുത്തെ പ്രവർത്തകന്മാരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഖബർ, മഹ്ശറ മുതലായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വഅദ് പറയണം എന്നാണ്. അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും അറിയേണ്ടതും. വിശുദ്ധ ഇസ്ലാമില് ഏറ്റവും വലിയ സ്ഥാനം വിശ്വാസത്തിനാണ്. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിൽ വേർതിരിയുന്നത് വിശ്വാസത്തിലാണ്. വിശ്വാസം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇസ്ലാമിന്റെ ബാഹ്യമായ കർമ്മങ്ങൾ ആ മനുഷ്യന്റെ മേൽ നിർവഹിക്കുന്നതിന് ആണ് ആരാധനകൾ അല്ലാഹു തആല ഫർളാക്കിയിട്ടുള്ളത്. അതേ സമയത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് നീണ്ട 13 വർഷം അവിടുന്ന് പഠിപ്പിച്ചത് കേവലം വിശ്വാസവും സ്വഭാവവും ആയിരുന്നു. ഇസ്ലാമിലെ ആരാധനകളിൽ വളരെ പ്രധാനമാണല്ലോ നിസ്കാരം. ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളുടെ കൂട്ടത്തിൽ നിസ്കാരത്തെ പോലെ പുണ്യമുള്ള ഒരു ഇബാദത്ത് ഇല്ല. പക്ഷേ ഈ നിസ്കാരം ഇസ്ലാമിൽ വന്നത് ജുമുഅ ജമാഅത്തോടു കൂടി അത് പരസ്യമായി നിർവഹിച്ചു തുടങ്ങിയത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയതിനു ശേഷമാണ്. ആദ്യമേ നിസ്കാരം ഉണ്ട്. രാവിലെ 2 റക്അത്ത് നിസ്കാരവും വൈകുന്നേരം 2 റക്അത്ത് നിസ്കാരവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമായിരുന്നു. മഹാന്മാരായ സ്വഹാബത്ത് വളരെ രഹസ്യമായി ഏതെങ്കിലും മലമുകളിലൊക്കെ പോയി ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ സ്വകാര്യമായി സ്വഹാബത്ത് നിസ്കരിച്ചിരുന്നു. അതിനെ അന്ന് മക്കയിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നബുവത്തിന്റെ 11ാമത്തെ കൊല്ലം മിഅ്റാജിന്റെ രാത്രിയിലാണ് 5 വഖത്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അപ്പോഴും
ബാഹ്യമായ ഒരു ജമാഅത്തോ അല്ലെങ്കിൽ ജുമുഅയോ നടപ്പാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നിസ്കരിച്ചത് മദീനയിലാണ്. അത്രയ്ക്കും സ്വകാര്യമായിട്ടായിരുന്നു മക്കയിലെ ദീനീ പ്രവർത്തനങ്ങൾ. പറഞ്ഞു വന്നത് ഈ നീണ്ട 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും ആ കാലയളവിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ചതും നമ്മുടെ വിശ്വാസത്തെ ആസ്പദമാക്കിയിട്ടായിരുന്നു. അഥവാ മരണത്തിന് ശേഷമുള്ള ജീവിതവും നരകവും സ്വർഗവും ഇത്യാദി കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുത്തിരുന്നത്. വിശുദ്ധ ഖുർആനിലെ മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും രണ്ടു തരം സൂറത്തുകൾ കാണാം. ഹിജ്റയുടെ മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്ക് പറയുന്ന പേരാണ് മക്കിയായ സൂറത്ത്. ഹിജ്റയുടെ ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളാണ് മദനിയായ സൂറത്ത്. ഈ നിയമങ്ങളൊക്കെ ഇസ്ലാമിൽ വന്നത് മദനിയായ സൂറത്തുകളിലാണ്. മക്കിയായ സൂറത്തുകളിൽ ഒക്കെ ഈ വിശ്വാസമാണ് പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് ഓഫർ ചെയ്തിട്ടുള്ള സുവിശേഷങ്ങളും അവന്റെ കൽപ്പനകൾ തിരസ്കരിക്കുന്നവർക്കുള്ള താക്കീതുകളും ശിക്ഷകളും ഇതാണ് മക്കയിലായിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരുന്നതും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരുന്നതും. സക്കാത്ത് ഇസ്ലാമിൽ വന്നത് മദീനയിലെത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ വർഷത്തിലാണ്. ആ രണ്ടാം വർഷത്തിൽ തന്നെയാണ് വിശുദ്ധ റമദാനിലെ നോമ്പ് ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. മദീനയിലെത്തി ആറാമത്തെ വർഷത്തിലാണ് ഹജ്ജ് ഉംറ ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെട്ടത്. കള്ള് കുടി മദ്യപാനം വിരോധിക്കപ്പെട്ടതും പലിശ നിഷിദ്ധമാക്കപ്പെട്ടതും അത്തരം തിന്മകൾക്കെതിരെ വിശുദ്ധ ഖുർആൻ അവതരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയതിനു ശേഷം. അപ്പൊ മക്കയിൽ വെച്ച് പഠിപ്പിച്ചത് ഈ വിശ്വാസം. കാരണം ഏറ്റവും കൂടുതൽ നാം അറിഞ്ഞിരിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും വിശ്വാസമാണ്. വിശ്വാസമില്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ ഫലവും ഉണ്ടാവുകയില്ല. വിശ്വാസം ഉള്ളതിനോട് കൂടെ പ്രവർത്തനങ്ങൾ ഇല്ലാതിരുന്നാലോ? എല്ലാം വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷേ പ്രവർത്തനങ്ങളില്ല. ആ മനുഷ്യൻ താൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതാണ് അയിമ്മത്ത് പഠിപ്പിച്ച വിശ്വാസം. അതാണ് സ്വഹാബത്ത് പഠിപ്പിച്ച വിശ്വാസം. അതാണ് അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച വിശ്വാസം. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ബിദ്അത്തിന്റെ ആളുകൾ, വഹാബികളും മൗദൂദികളും അതുപോലെ തബ്ലീഗിന്റെ ജമാഅത്തിന്റെ ആളുകളും ഇങ്ങനെ പിഴച്ച പല വിഭാഗം ആളുകളും ബാഹ്യമായ പ്രവർത്തനങ്ങളാണ്, അതില്ലാത്തവരും ഇവരും വിമർശിക്കുന്നു. വിശ്വാസം തീരെ പരിഗണിക്കുന്നില്ല. അത് ഒരിക്കലും മനുഷ്യൻ രക്ഷപ്പെടാൻ നിമിത്തമാവുകയില്ല. വിശുദ്ധ ഇസ്ലാമിലെ ആദ്യമായി വന്ന, ആദ്യം ഉടലെടുത്ത അവാന്തര വിഭാഗമാണ് ഖവാരിജ് എന്ന് പറയുന്നത്. മഹാനായ നമ്മൾ സാധാരണ ദർസിൽ ഓതിപ്പടിക്കുന്ന ഉമ്മുൽ ബറാഹീൻ എന്ന് പറയുന്ന ഒരു വിശ്വാസ കിതാബുണ്ട്.
അഖീദയുടെ കിതാബ്. ആ അഖീദയുടെ കിതാബിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച എന്റെ ഉമ്മത്ത് 73 കക്ഷികളായിട്ട് പിരിയും. 72 കക്ഷികളും നരകത്തിലാണ്, ഒരു വിഭാഗം മാത്രം സ്വർഗത്തിലാണ്. അത് മാനാലഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും മുറുകെ പിടിച്ചിരിക്കുന്ന ആശയാദർശം ഏതോ അതിലൂടെ നീങ്ങുന്നവർ മാത്രമാണ് എന്ന് പറഞ്ഞ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ആ 72 കക്ഷികളെയും ഉമ്മുൽ ബറാഹീൻ എന്ന കിതാബിന്റെ ശറഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മിൽ ചിലരൊക്കെ മനസ്സിലാക്കിയത് വല്ലതും വരാണ്ട് ഇല്ല. ആ 72 കക്ഷികളും കൃത്യം. ആ 72 കക്ഷികളിൽ ഒന്നാമത്തെ കക്ഷികൾ ഖവാരിജാണ്. ഖവാരിജ്, അതോടുകൂടി പിന്നീട് വന്നിട്ടുള്ള മുഅ്തസിലത്ത്, മുർജിഅത്ത്, മുജസ്സിമത്ത്, മുശബ്ബിഹത്ത് തുടങ്ങിയ പ്രധാനപ്പെട്ട ശിഅത്ത് 6 കക്ഷികൾ. ഈ 6 കക്ഷികളിൽ നിന്ന് ഓരോ കക്ഷികളും 12 ടീമാണ്. 6, 12, 72 കക്ഷികൾ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിൽ വരുന്ന 73 കക്ഷികളിൽ 72 ഈ പിഴച്ച കക്ഷികളെ ഉമ്മുൽ ബറാഹീന്റെ ശറഹിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് ഖവാരിജ്. ഖവാരിജിനെ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടത് ഭക്തി പ്രസ്ഥാനം എന്നാണ്. അതിഭയങ്കരമായ ഭക്തിയും അതിഭയങ്കരമായ നിസ്കാരവും 24 മണിക്കൂർ ഖുർആൻ പാരായണവും വളരെ സൂക്ഷ്മമായ ജീവിതവുമായിരുന്നു പ്രത്യക്ഷത്തിൽ അവർക്ക് ഉണ്ടായിരുന്നത്. മഹാനായ മുആവിയത്ത് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഇവരെ പോലത്തെ സ്വഹാബികൾക്കൊന്നും ഭക്തിയില്ല, തഖ്വയില്ല, ഇബാദത്തില്ല എന്ന് പറഞ്ഞ ടീമാണ് ബഹുമാനപ്പെട്ട ഖവാരിജ്. ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് വെച്ച ടീമാണ് ഈ ഖവാരിജുകൾ. അലിയാർക്ക് വേണ്ടതുപോലെ ഭക്തിയില്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് തഖ്വയില്ല. മുആവിയത്ത് തങ്ങൾക്കും അതുപോലത്തെ സ്വഹാബികൾക്കൊന്നും തഖ്വയില്ല എന്ന് പറഞ്ഞ് അതിനേക്കാൾ വലിയ തഖ്വയും ഇബാദത്തും പ്രത്യക്ഷത്തിൽ കൊണ്ടുവന്ന വിഭാഗമാണ് ഖവാരിജ്. ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. ഞാൻ കാര്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. മനുഷ്യൻ തെറ്റിലേക്ക് പോകുമ്പോൾ പറയണം. നമ്മൾ പെട്ടെന്ന് നീണ്ട താടിയും വലിയ തലപ്പാവും കണങ്കാല് വരേക്കുമുള്ള മുണ്ടും തസ്ബീഹ് മാലയും സൂക്ഷ്മമായിട്ടുള്ള ദിക്റുമൊക്കെ കണ്ടാൽ അവർ വലിയ മഹത്വമുള്ളവരാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകും. അതിനേക്കാൾ വലിയ ഭക്തി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖവാരിജ് അവരുടെ നിസ്കാരവും നിങ്ങളുടെ നിസ്കാരവും തമ്മിൽ താരതമ്യം ചെയ്താൽ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല. അവർ ഖുർആൻ ഓതുന്നതും നിങ്ങളെ ഖുർആൻ ഓത്തും തമ്മിൽ താരതമ്യം ചെയ്താൽ നിങ്ങളുടേത് ഒന്നുമല്ല. അറിയാമല്ലോ, എനിക്ക് ആ ചരിത്രം നന്നായിട്ട് അറിയാം ഖവാരിജിനെ പറ്റി. പക്ഷേ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. ആ ഖവാരിജുകളിൽപ്പെട്ട ഒരാൾ ഒരു വഴി യാത്ര പോകുന്ന സമയത്ത് ഒരു പന്നിയെ കൊന്നപ്പോൾ പിന്നീടാണ് അയാൾക്ക് ബോധം വന്നത്. അല്ലാ, ഈ പന്നി അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണമാണ്, മറ്റൊരാളെ സാധനമാണ്, അന്യന്റെ സ്വത്ത് നശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ മനസ്സിലാക്കി ആ പന്നിയുടെ ഉടമസ്ഥനെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അത്രക്ക് ഭക്തിയ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇമാമു തഹരീഖ് എന്ന് പറഞ്ഞാൽ അവർക്ക് മുടി ശരിക്ക് കുളിച്ചതിന് ശേഷം എണ്ണ പുരട്ടി 1.5 വിട്ട് എണ്ണ തേക്കൽ സുന്നത്താണ്, വാർന്നു വെക്കൽ സുന്നത്താണ്. അങ്ങനെ മുടി വാർന്നു വെച്ച് വളരെ ഭംഗിയിൽ കൊണ്ടു നടക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നും അവര്
ആഴ്ചയിൽ മുടി മുണ്ഡനം ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നമ്മളെ മജ്‌ലിസിലേക്ക് വരുന്നുണ്ട്. അത്രയും വലിയ ഭക്തി പ്രകടിപ്പിച്ചിരുന്ന ആളുകളാണ് ഖവാരിജ്. അപ്പോൾ പ്രത്യക്ഷത്തിലുള്ള ഭക്തിയും ഇബാദത്തും അല്ല കാര്യം, ഹൃദയത്തിലുള്ള വിശ്വാസമാണ് കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖവാരിജികളെയും അവരെ നേതാവിനെയും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നെഹ്റുവാനിൽ വെച്ചുകൊണ്ട് മഹാനായ സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു അവരുടെ നേതൃത്വത്തിൽ നെഹ്റുവാനിൽ വെച്ച് ഖവാരിജികളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങളെയും തന്റെ ഭാര്യയെയും, ഗർഭിണിയായിരിക്കുന്ന ഭാര്യയെ നിഷ്കരണം വയറ് കുത്തിക്കീറി കൊലപ്പെടുത്തിയവരാണ് ഖവാരിജ്. നെഹ്റുവാനിലേക്ക് അവർ ഒളിച്ചു താമസിച്ചു. അവിടെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ആ മഹാന്മാരായ സഹാബാക്കളിൽപ്പെട്ട അബ്ദുല്ലാഹിയുടെ ഘാതകനെ നിങ്ങൾ തന്നേക്കണം, അതിന് ഖിസാസ് എടുക്കണം, നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം. അലി റളിയല്ലാഹു അൻഹുവിന്റെ അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു നിർദ്ദേശം ഒരു പാലിച്ചില്ല. അങ്ങനെ 300ഓളം വരുന്ന 4000ഓളം വരുന്ന ഖവാരിജുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഉപദേശം കേട്ട് 300 പേരുകൾ അല്ലാത്തവരൊക്കെ മാറി. ആ 300 ആളുകളെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആയുധമെടുത്ത് യുദ്ധം ചെയ്യേണ്ടി വന്നു. ആ യുദ്ധത്തിൽ ആ 300 പേരും കൊല്ലപ്പെട്ടു. അവരുടെ ഡെഡ് ബോഡികൾ കുന്നുകൂട്ടിയ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു തങ്ങൾ അതിനെ പരിശോധിക്കുകയാണ്. ആ അട്ടിക്കിട്ടിരിക്കുന്ന ഡെഡ് ബോഡികളെ കൂട്ടത്തിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ധ്വനി മുഴക്കിയിട്ട് കൈ ഉയർത്തിയപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് പറ്റി? ഒന്നുമല്ല, ഈ ഉമ്മത്തിൽപ്പെട്ട ഖവാരിജിന്റെ നേതാവ് ആരാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ആ നേതാവിനെ തിരിച്ചറിയാനുള്ള അടയാളം പറഞ്ഞിട്ടുണ്ട്. അവന്റെ വലത്ത് കൈയുണ്ടാവില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വലത്തെ കയ്യിന് പകരം തന്റെ വലഭാഗത്തുള്ള സ്തനം അങ്ങ് വലിച്ചാൽ നീളുന്നതാണ്. അത്രയും വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വലത് കൈയില്ല, ആ വലഭാഗത്തെ സ്തനം അന്ന് വലിച്ചാൽ ഒരു കയ്യോളം നീളത്തിൽ വരും. അവനാണ് ഈ ഉമ്മത്തിലെ ഭക്തി പ്രസ്ഥാനമാകുന്ന ഖവാരിജിന്റെ നേതാവ് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ ഈ കൂട്ടത്തിലുണ്ടോ? ഞാനൊന്ന് പരിശോധിച്ചതാ. സദഖല്ലാഹു വറസൂലുഹു. അല്ലാഹു പറഞ്ഞത് എത്ര സത്യമാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര സത്യമാണ്. ഈ കാണുന്ന മനുഷ്യൻ അവന് വലത് കൈയില്ല, ആ വലത് കയ്യിന് പകരം തന്റെ സ്തനമാ. ആ സ്തനം വലിച്ചാൽ അങ്ങ് നീളുന്നതാ. ഈ നെഹ്റുവാൻ വെച്ചുകൊണ്ട് 300 ഖവാരിജികളെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ടാണല്ലോ മഹാനായ അലി റളിയല്ലാഹു അൻഹു തങ്ങളെയും മുആവിയത്ത് തങ്ങളെയും അംർ ഇബ്നുൽ ആസ് തങ്ങളെയും ഒരേ ദിവസം ഒരേ സമയത്ത് കൊലപ്പെടുത്തണമെന്ന് തീരുമാനിച്ചത്. അലി റളിയല്ലാഹു അൻഹു തങ്ങളെ കൂഫയിൽ വെച്ചും
അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഈജിപ്തിൽ വെച്ചും മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങളെ ഷാമിൽ വെച്ചും മൂന്നുപേരെയും ഒരേ ദിവസം ഒരേ സമയത്ത് കൊലപ്പെടുത്തണമെന്ന് തീരുമാനിച്ചത് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു തങ്ങള് പരിശുദ്ധ റമളാനിലെ 17ാമത്തെ ദിവസം ബദരീങ്ങളെ ആണ്ട് നടക്കുന്ന ദിവസം അല്ലാഹുവിന് വേണ്ടി സർവവും സമർപ്പിച്ച് രണാങ്കണത്തിലിറങ്ങി യൗമുൽ ഫുർഖാൻ എന്ന് പടച്ച റബ്ബ് ഖുർആനിൽ വിശേഷിപ്പിച്ച യൗമു ബദർ. അന്നത്തെ ദിവസം സുബഹി നിസ്കാരത്തിന് അലിയാർ തന്റെ വീട്ടിൽ നിന്ന് കൂഫയിലെ പള്ളിയിലേക്ക് പോവുകയാ. ആ പോകുന്ന സമയത്താണ് അലി റളിയല്ലാഹു അൻഹു തങ്ങളെ വിഷത്താൽ ഊട്ടപ്പെട്ടിരിക്കുന്ന കടാര കൊണ്ട് തന്റെ കഴുത്തിന് നെറ്റിയിൽ കുത്തുകയാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി ചോദിച്ചിരുന്നല്ലോ, അലിയേ, കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ വെച്ച് വരാൻ പോകുന്ന മനുഷ്യരിൽ വെച്ച് ഏറ്റവും ദുര്യോഗമുള്ളവനാരാ? അഷ്കൽ ഖൗം ആരാണ്? ഏറ്റവും പരാജയപ്പെട്ടവനാരാണ്? അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, കദബത് സമൂദ് ബിതഗ്വാ ഇദിൻ ബഅസ അഷ്കാ ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹാ. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തെ കൊലപ്പെടുത്തിയ, പാറക്കെട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഒട്ടകത്തെ കൊലപ്പെടുത്തിയ കുദാർ എന്ന ദുഷ്ടനാണ് പൂർവകാല സമുദായങ്ങളിൽ ഏറ്റവും ദുര്യോഗമുള്ളവൻ, ഏറ്റവും പരാജയപ്പെട്ടവൻ എന്ന് ബഹുമാനപ്പെട്ട അലിയാർ മറുപടി പറഞ്ഞപ്പോഴ്, അതല്ല അലിയേ, ഇനി ഈ ഉമ്മത്തിൽ വരുന്ന ഏറ്റവും വലിയ ദുഷ്ടനാരാണെന്നറിയുമോ? അല്ലാഹു വ റസൂലുഹു അഅലം. ആരുമല്ല അലിയേ, ഈ ഉമ്മത്തിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ, ഏറ്റവും ദുര്യോഗമുള്ളവൻ, ഖാതിലുക, നിങ്ങളെ കൊല്ലുന്നവനാ. നിങ്ങളെ നെറ്റിത്തടത്തിൽ കുത്തിയിട്ട്, നിങ്ങളെ ചുടുചോര ഒഴുകിയിട്ട്, നിങ്ങളെ കാലിൽ കൂടി ഭൂമിയിലേക്ക് രക്തം പ്രവഹിക്കും. ആ രൂപത്തിൽ നിങ്ങളെ കൊല്ലുന്നവനാരോ അവനാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ദുഷിച്ചവനെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അവനായിരുന്നു അത്. മഹാനായ മുആവിയത്തെ കൊല്ലൽ നടന്നില്ല. അംർ ഇബ്നുൽ ആസ് തങ്ങളെയും കൊലപ്പെടുത്തൽ നടന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അവർക്കൊക്കെ അടിസ്ഥാനപരമായി തെറ്റുപറ്റിയത് ആരാധനകളിലല്ല, മറിച്ച് വിശ്വാസത്തിലാ. വിശ്വാസമില്ലാതെ ആരാധനകൾക്ക് അർത്ഥമില്ല. അതുകൊണ്ട് കാര്യമില്ല, അല്ലാഹ് സ്വീകരിക്കൂല. അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ആദ്യമായി നമുക്ക് വേണ്ടത് അചഞ്ചലമായ വിശ്വാസമാ. തസ്ദീഖുർ റസൂലി ബികുല്ലി മാ ഉലിമ അന്നഹു മിൻ ദീനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽദറൂറ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് അനിഷേധ്യമായി അറിയപ്പെട്ട കാര്യം അചഞ്ചലമായി ഉറപ്പിക്കുക, അതിന്റെ പേരാണ് ഈമാൻ. അല്ലാഹ് പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്നതിന്റെ പേരല്ല ഈമാൻ. ഖുർആനിലുള്ളതൊക്കെ വിശ്വസിക്കുക എന്നല്ല ഈമാൻ, മറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിൽ നിന്ന് എന്തൊക്കെയാണോ കൊണ്ടുവന്നത്, എന്തൊക്കെയാണോ തങ്ങൾ പറഞ്ഞത്, അത് അചഞ്ചലമായിട്ട് ഉറപ്പിക്കുന്നതിന്റെ പേരാണ് ഈമാൻ. അതുണ്ടെങ്കിലേ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഫലം ഉള്ളൂ. നിസ്കാരത്തിനും നോമ്പിനും
ധർമ്മത്തിനും സർവ കാര്യങ്ങൾക്കും ആ വിശ്വാസം ഉണ്ടെങ്കിലേ ഫലം ഉള്ളൂ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് എത്ര സ്നേഹമുള്ളവരാണ്, എത്ര ആദരവുള്ളവരാണ്. ആലിമീങ്ങളെയും സാദാത്തുക്കളെയും എത്ര സ്നേഹിക്കുന്നവരാണ്, എന്തെല്ലാം അവരെ സൽക്കരിക്കുന്നവരാണ്, എത്ര കണ്ട് ബഹുമാനിക്കുന്നവരാണ്. അല്ലാഹു നിങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പക്ഷേ നിങ്ങൾക്ക് കേൾക്കണോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ നിങ്ങൾ സൽക്കരിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആദരിക്കുമ്പോൾ നിങ്ങളോട് ചില കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നാളെ ആഖിറത്തിലെത്തുമ്പോ നന്മ തിന്മകൾ തൂക്കുന്നൊരു തുലാസുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഇടത്തും വലത്തും 2 മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ നമ്മുടെ ജീവിതം മുഴുവനും ഒപ്പിയെടുക്കുന്നുണ്ട്. പ്രായപൂർത്തിയെത്തിയതിനു ശേഷം, പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് ഒരു മനുഷ്യന്റെ കൂടെ മലക്കുകൾ രേഖപ്പെടുത്തുന്നില്ല. അതേ സമയത്ത് മായൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഓരോ പ്രായപൂർത്തിയെത്തിയ പുരുഷനായിരുന്നാലും സ്ത്രീയായിരുന്നാലും തന്റെ ജീവിതം മുഴുവനും ഒപ്പിയെടുക്കുകയാണ്. ഒരു ക്യാമറയിൽ പകർത്തുന്നത് പോലെ ഇവിടെ നടക്കുന്ന പ്രഭാഷണം, ഇവിടെ നടക്കുന്ന എല്ലാം ഈ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നത് പോലെ, CCTVയിൽ പകർത്തുന്നത് പോലെ കൃത്യമായി ഇടത്തും വലത്തുമുള്ള 2 മലക്കുകള് ഓപ്പറേറ്റർമാരായി നിന്നുകൊണ്ട് മോനെ എന്റെയും നിന്റെയും ജീവിതം ഒപ്പിയെടുക്കുന്നുണ്ട്. ഇന്ന് ദുനിയാവില് എത്ര ചെറിയ ചെറിയ ക്യാമറകളുണ്ട്. പേനയുടെ ടോപ്പിന്മേൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറയില്ലയോ? പലയിടങ്ങളിലും രഹസ്യമായ ക്യാമറകളില്ലയോ? എത്ര ചെറിയ ചെറിയ ക്യാമറകളുണ്ട്. ആ ക്യാമറക്കുള്ളിൽ നല്ലാതെ ആ ക്യാമറക്കുള്ളിൽ ഇതാ സുബ്ഹാനല്ലാഹ് വല്ലാത്ത സ്പേസുള്ള ചെറിയ മെമ്മറികളുണ്ട്. എത്ര ഫോട്ടോ എടുത്താലും, എത്ര ചിത്രങ്ങൾ പകർത്തിയാലും ആങ്ങാകാതെ, അഥവാ ഫുള്ളാവാതെ 1000, 2000, 4000 ഒക്കെ GB ഉള്ള എത്രയെത്ര മെമ്മറിയുണ്ട്. ഒരു പഞ്ചസാര തരിയുടെ വലിപ്പമുള്ള ചെമ്പ് കമ്പി, അതല്ലേ ഈ മെമ്മറി എന്ന് പറയുന്നത്. ഒരു മെമ്മറി, നമ്മുടെ ഫോണിൽ മെമ്മറി ഉണ്ട്, പലയിടങ്ങളിൽ കമ്പ്യൂട്ടറിൽ മെമ്മറി ഉണ്ട്. ആ മെമ്മറിയുടെ വലിപ്പം എത്രയാ? ഒരു പഞ്ചസാര തരിയുടെ വലിപ്പമുള്ള മെമ്മറിയാണ്. ആ മെമ്മറിയിലെ 4000, 5000 ഒക്കെ GB ആണ് മോനെ. ഒരു GB 1000 MB ആണ്. എത്ര മണിക്കൂറുകളാ വലിയ വലിയ സംഭവങ്ങളൊക്കെ അതിൽ പകർത്തുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ ഡാറ്റയും ഉൾക്കൊള്ളിക്കാൻ ഒരു ചെറിയ മെമ്മറിക്ക് സാധിക്കുമെങ്കിൽ, ആ മെമ്മറി കണ്ടുപിടിച്ച മനുഷ്യനോ, ആ മനുഷ്യന്റെ ബുദ്ധിയോ, ആ മനുഷ്യനെ സൃഷ്ടിച്ച സർവാധിനാഥനായ റബ്ബോ, ആ റബ്ബ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു മെമ്മറി ഉണ്ട്. എന്റെയും നിന്റെയും ഇടത്തും വലത്തും നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത മെമ്മറിയാണ്. ആ മെമ്മറിയിൽ നമ്മുടെ സർവ കാര്യങ്ങളും പകർത്തുന്നുണ്ട്, ഒപ്പിന്നുണ്ട്. ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് ചെയ്തത്, മറ്റുള്ളവർ കേൾക്കാതെ സ്വകാര്യമായിട്ട് പറഞ്ഞത്, പാതിരാത്രിയിൽ ഉറക്കമിളിച്ചിട്ട് നീ അന്യ പെണ്ണുമായിട്ട് ചാറ്റ് നടത്തിയത്,
അന്യ പെണ്ണുമായിട്ട് കിന്നാരം പറഞ്ഞത്, അന്യ പുരുഷനുമായിട്ട് കിന്നാരം പറഞ്ഞത്. അല്ലാ അല്ലാ, അതെല്ലാം നിന്റെ ക്യാമറയിൽ കൃത്യമാ, ഒന്നുപോലും ഡിലൈറ്റ് ചെയ്തിട്ടില്ല, ഡിലൈറ്റ് ചെയ്യുന്നില്ല. അതുപോലെ നിസ്കരിച്ച നിസ്കാരങ്ങളും അനുഷ്ഠിച്ച നോമ്പുകളും കൊടുത്ത ദാനധർമ്മങ്ങളും ചെയ്തിട്ടുള്ള സേവനങ്ങളും എല്ലാം നിന്റെ ഈ മെമ്മറിയിലുണ്ട്. നാളെ ഈ നന്മകൾ തിന്മകൾ എഴുതപ്പെട്ടിരിക്കുന്ന ഏടുകൾ കൊടുക്കപ്പെടുന്നതും അത് തൂക്കപ്പെടുന്നതും കൃത്യമായി വ്യക്തമായി ഓരോന്നോരോന്ന് ഇഴകേറിയിട്ട് പരിശോധിച്ച് ഹിസാബെടുക്കുന്നതും അതൊക്കെ മുഅ്മിനീങ്ങളുടേതാണ്, മുസ്ലിമീങ്ങളുടേതാണ്. എല്ലാ അവിശ്വാസികളെയും അവിശ്വാസികളുടെയും ഏടുകൾ അവരെ കയ്യിൽ കൊടുക്കുന്നില്ല. എല്ലാ അവിശ്വാസികളുടെയും നന്മതിന്മകൾ തൂക്കപ്പെടുന്നില്ല. എല്ലാവർക്കും പ്രത്യേകമായി വിചാരണയില്ല. നമ്മൾ കാലച്ചെറുപ്പത്തിൽ പഠിച്ചൊരു വിചാരണ, നന്മകളും തിന്മകളും എഴുതപ്പെട്ട റിക്കാർഡ് കൊടുക്കുന്നതും നന്മയും തിന്മയും തൂക്കുന്നതും അതൊക്കെ മുഅ്മിനീങ്ങളുടേതാ. മറിച്ച് യഖ്റുജുനുകുൻ മിനന്നാർ, മശ്ശറയിലേക്ക് ജഹന്നമിനെ കൊണ്ടുവന്നാൽ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. കോടാനുകോടി മനുഷ്യരെ റബ്ബിന്റെ മഹ്ശറയിൽ നിർത്തിയാൽ ആ മഹ്ശറയിലേക്ക് ജഹന്നമിനെ കൊണ്ടുവന്നാൽ ആ ജഹന്നമിൽ നിന്ന് വലിയൊരു ഉനുക്ക് നീളുന്നതാണ്. ഉനുക്ക് എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഉനുക്ക് നമ്മുടെ JCBയുടെ ആ തുമ്പിക്കൈ പോലെയുള്ള കൊട്ട നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ ഒരു ഉനുക്ക് ജഹന്നമിൽ നിന്ന് മഹ്ശറയിലേക്ക് നീളുന്നതാ. മാത്രമല്ല മുത്തുനബി പറയുന്നു വലഹു ഐനാനി തുബ്സിറാൻ വ ഉദ്നാനി തസ്മാൻ വലിസാനുൻ യന്ദിഖൂ. ആ ഉനുക്കിന് രണ്ട് കണ്ണുകളുണ്ട്, കേൾക്കുന്ന ചെവികളുണ്ട്, സംസാരിക്കുന്ന നാവുണ്ട്. നീണ്ടു വന്നിട്ട് അവനക്ക് പറയുന്നതാണ് യഖൂലു ഉക്കിൽതു ബിസ്സലാസാ. മൂന്ന് ആളുകളെ പിടിച്ചെടുക്കാൻ, കൊളുത്തി വലിക്കാൻ, നരകത്തിലേക്ക് കോരിയിടാൻ എന്നെ ഏൽപ്പിച്ചതാ. മക്കളെ, നിങ്ങൾ കേൾക്കുന്നത് കെട്ടുകഥകളല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വഹീഹായ ഹദീസുകളാ. തങ്ങൾ പറഞ്ഞത് വിശ്വസിക്കുന്നതിന്റെ പേരാണ് ഈമാന് കേട്ടോ. ഈമാനില്ലാതെ ഒരു ഇബാദത്തും സ്വീകരിക്കൂല. ഈ ഉനുക്ക് പറയുന്നതാ മൂന്നാളുകളെ കോരി നരകത്തിലിടാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ടതാ. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹയല്ലാത്ത ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചവരാ, ശിർക്ക് ചെയ്തവരാ. അവർക്ക് ഒരു വിചാരണയുമില്ല, ഏടുകൾ കൊടുക്കുന്നില്ല, നന്മതിന്മകൾ തൂക്കുന്നില്ല.
അവര് മഹ്ശറിലെത്തിയാൽ അവരെ കോരിയെടുത്ത് നരകത്തിലിടുകയാ. മറ്റൊന്ന്, ചെറുപ്പക്കാരാ, നല്ല ആരോഗ്യമുള്ളവനെ, മസില് പവറുള്ളവനെ, ഞാനാരെ പേടിക്കണം, ഞാനാരെ അനുസരിക്കണം, എനിക്ക് നല്ല കൈക്കരുത്തുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. ഈ അഹങ്കാരത്തോടെ ആലിമീങ്ങൾ പറയുന്നതോ ധിക്കരിക്കുകയാ, ഉമ്മ പറയുന്നതോ ധിക്കരിക്കുകയാ, ഉപ്പ പറയുന്നതോ ധിക്കരിക്കുകയാ. അവനവന്റെ ഇഷ്ടത്തിനൊത്ത് ധിക്കാരത്തോടുകൂടി ജീവിക്കുന്നവനാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ജബ്ബാറുൻ അനീദ്, വലിയ പോക്കിരിയാ. ആരെങ്കിലും വല്ല കാര്യം പറഞ്ഞാൽ അതിന് നേരെ എതിര് ചെയ്യുന്നവനാ. എന്ത് പണ്ഡിതൻ, എന്ത് സയ്യിദ്, എന്ത് ദീന്, എന്ത് ഖതീബ്, എന്ത് ഉസ്താദ്, എന്ത് കുടുംബം, എന്ത് കാരണവർ, എന്ത് വാപ്പാ, ആരും പറഞ്ഞത് സ്വീകരിക്കാത്ത ചില ധിക്കാരികളില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒത്തിരി ആരോഗ്യം കൊടുക്കുമ്പോൾ, സമ്പത്ത് കൊടുക്കുമ്പോൾ, സ്വാധീനം കൊടുക്കുമ്പോൾ, മക്കളെ കൊടുക്കുമ്പോ, സുന്ദരിയായ ഭാര്യയെ കൊടുത്തപ്പോ, അത്യാവശ്യം നല്ല ബിസിനസ് നൽകിയപ്പോ, മാസം മാസം നല്ല സാലറി കിട്ടിയപ്പോ, പിന്നെ ഒന്നും വേണ്ട, ആലിമിനെ വേണ്ട, സയ്യിദിനെ വേണ്ട, ഉപ്പയെ വേണ്ട, കുടുംബത്തിലെ കാരണവരെ വേണ്ട, ആരെയും അനുസരിക്കാത്ത അത്തരം ധിക്കാരികളെ അവരെ പിടിച്ച് കോരിയിടാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുസ്ലിമിലില്ലേ? നിങ്ങളെ നാട്ടിലെ ആലിമീങ്ങളില്ലയോ? നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരില്ലയോ? ഇങ്ങനത്തെ ഒരു ഹദീസ് റസൂല് പറഞ്ഞിട്ടില്ലേ? അവർക്ക് വിചാരണ വേണ്ട, ഏടുകളും വേണ്ട, നന്മയും തിന്മയും തൂക്കും വേണ്ട. മൂന്നാമത്തെ ഒരാളാരാണ്? അൽ മുസവ്വിരീൻ, പ്രതിമകൾ ഉണ്ടാക്കുന്നവരാ, രൂപങ്ങൾ ഉണ്ടാക്കുന്നവരാ. വലിയ വലിയ പ്രതിമകളും അതേ ജീവനുള്ളതിന്റെ രൂപങ്ങളും ജീവനുള്ളതിന്റെ കോലങ്ങളും ഉണ്ടാക്കിയിട്ട് അതാ ഷോക്കടിച്ചിലും മറ്റും പ്രതിഷ്ഠിക്കുന്ന മുസവ്വിരീങ്ങളില്ലേ? അത്തരത്തിലുള്ള ചിത്രങ്ങൾ കൊത്തിയുണ്ടാക്കുന്നവരില്ലേ? അവർക്കും വിചാരണയില്ല, അവർക്കും തൂക്കലില്ല, ഏടുകൊടുക്കലില്ല. മറിച്ച് വിശ്വാസങ്ങളൊക്കെ വിശ്വസിച്ച് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് ഏറെക്കുറെ റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന ആളുകളാ. അവർക്കാണ് ഏടുകൾ കൊടുക്കുന്നത്, അവരെയാണ് വിചാരണ ചെയ്യുന്നത്, അവരെയാണ് നന്മതിന്മകൾ തൂക്കപ്പെടുന്നത്. മക്കളെ, അങ്ങനെ തുലാസിൽ വെച്ച് തൂക്കുമ്പോ നമ്മൾ നിസ്കരിച്ച ഒട്ടുമിക്ക നിസ്കാരങ്ങളും അന്ന് കാണൂല, ധർമ്മം കാണൂല. നമ്മൾ അനുഷ്ഠിച്ച പല നോമ്പുകളും അന്ന് കാണുകയില്ല, പല ഒരുപാട് ഹിദ്മകൾ ചെയ്തത്, സേവനങ്ങൾ ചെയ്തത് അന്ന് കാണുകയില്ല.
പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചത്, മദ്രസക്ക് വേണ്ടി പ്രവർത്തിച്ചത്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയത്, അതുപോലത്തെ പല കാര്യങ്ങളും അന്ന് നന്മയുടെ തുലാസിൽ കാണുകയില്ല. എന്തുകൊണ്ട് കണ്ടില്ല? ഞാൻ നിസ്കരിച്ചതെവിടെ? നോമ്പെടുത്തതെവിടെ? ധർമ്മം കൊടുത്തതെവിടെ? ഖുർആൻ ഓതിയതെവിടെ? അതിഥികളെ സൽക്കരിച്ചതെവിടെ? ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതെവിടെ? സാദാത്തുക്കളെ ബഹുമാനിച്ചതെവിടെ എന്ന് കൈമലർത്തുന്നൊരവസ്ഥ വരുമ്പോ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു. അമ്മല്ലദീന കഫറൂ അഅ്മാലുഹും കസറാബിൻ ബിഖിഅത്തിൻ യഹ്സബുഹുൽ ആനു മാആ. നട്ടുച്ച സമയത്ത് അതേ ശക്തമായ വെയിലിന്റെ ചൂടുകൊണ്ട് അകലങ്ങളിലേക്ക് മരുഭൂമിയിൽ വെച്ച് നോക്കുമ്പോ അകലെ കാണുന്ന വെയില് അത് വെള്ളമാണെന്ന് തോന്നൂലേ? ദാഹിച്ചവന് വെള്ളമാണെന്ന് തോന്നൂലേ? അരികിലെത്തിയാൽ അവിടെ ഒന്നുമില്ല, വെള്ളമില്ല, അത് മരീചികയാ. ഈമാനില്ലാത്തവന്റെ പ്രവർത്തനങ്ങളൊക്കെ മരീചിക പോലെയാ എന്ന് ഖുർആനിലുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈമാനില്ലാഞ്ഞാൽ പിന്നെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ. നമ്മൾ വിചാരിക്കും ഞാൻ നിസ്കരിച്ചിക്കണല്ലോ, പള്ളിയിലൊക്കെ ജമാഅത്തിന് കൃത്യമായിട്ട് പങ്കെടുത്ത ആളാണല്ലോ, ഞാൻ കണ്ടമാനം ധർമ്മം കൊടുത്ത ആളാണല്ലോ, ദിക്റൊക്കെ ചൊല്ലിയ ആളാണല്ലോ, ഒരുപാട് ഖൈറാത്തുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അതൊന്നും നാളെ നന്മയുടെ തുലാസിൽ കാണുകയില്ല. എന്റെ വിശ്വാസം കൃത്യമല്ലെങ്കിൽ, ഈമാൻ കൃത്യമല്ലെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അടിസ്ഥാനം ഈമാനാണ്. ആ ഈമാൻ ഉറപ്പിച്ചതിന് ശേഷം പ്രവർത്തിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മുഴുവനും വിശ്വസിക്കണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം, അവിടുത്തെ 99% വിശ്വാസങ്ങളും മറഞ്ഞ കാര്യങ്ങളാണ്. അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, മറഞ്ഞത് വിശ്വസിക്കുന്നവരാണ്. മറഞ്ഞ കാര്യം എന്നാൽ എന്താണെന്നറിയുമോ? ഞാനിപ്പോൾ കർണാടകയിലെ പുത്തൂരി എന്ന സ്ഥലത്താണ് ഉള്ളത്. എന്റെ നാട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ പൂക്കോട്ടൂർ പഞ്ചായത്തിലാണ്. അവിടെ നടക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മറഞ്ഞതാണ്. പക്ഷെ അവിടെയുള്ളവർക്കത് മറഞ്ഞതല്ലല്ലോ. അവിടെയുള്ളവർക്കൊരിക്കലും അത് മറഞ്ഞ കാര്യമല്ല. ഇവിടെയുള്ളവർക്ക് ഇവിടത്തെ കാര്യം മറഞ്ഞതല്ല. അതുകൊണ്ട് അത് യഥാർത്ഥ മറഞ്ഞ കാര്യമെന്ന് പറയില്ല. യഥാർത്ഥ മറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ മാലാ തുദ്രികുൽ ഹവാസു വലാ യഖ്തദീഹി ബദാത്തുൽ അഖ്ൽ, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, സ്പർശിക്കാൻ കഴിയില്ല, മണക്കാൻ കഴിയില്ല, രുചിക്കാൻ കഴിയില്ല. അത്തരം കാര്യങ്ങൾക്കാണ് മറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ഈ മറഞ്ഞ കാര്യമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശ്വാസങ്ങളിൽ നിന്ന് അധികവും ഞാനും നിങ്ങളും വിശ്വസിച്ചിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തൊക്കെ അടുത്തും വലത്തും മലക്കുകളുണ്ട്. ഇന്ന് വരെ ഒരു മലക്കിനെ നമ്മൾ കണ്ടിട്ടില്ല. ഒരു മലക്കിന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല. ഒരു മലക്കിനെ നമുക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മലക്കിനെ ആസനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മലക്കിനെ നമുക്ക് രുചിക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഇങ്ങനത്തെ കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അധിക കാര്യങ്ങളും. അത് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പിക്കണം. മോനെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ മറഞ്ഞ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി 90,000 അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. 60,000 അത്ഭുതങ്ങൾ വിശുദ്ധ ഖുർആനിൽ കൂടി കാണിച്ചിട്ടുണ്ട്. അതല്ലാതെ 30,000 അത്ഭുതങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഈന്തപ്പനകളെ നടത്തിയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ ഒരു ചങ്ങായെ കൊണ്ട് പ്രഭാഷണം നടത്തി മുത്തുനബി കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടകത്തെ സംസാരിപ്പിച്ച് മുത്തുനബി കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, മിഞ്ഞാന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നിങ്ങളെ ഖത്തീബ് നിങ്ങളെ പള്ളിയുടെ മിമ്പറിൽ വെച്ചുകൊണ്ട് ഓതിയില്ലേ, അല്ലദീ സബ്ബഹ ഫീ യദിഹിൽ ഹസ്വാ വനബഅ മിൻ ബൈനി അസ്വാബിൽ മാ. മുത്തുനബിന്റെ കൈകളിൽ നിന്ന് ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലി, അവിടുത്തെ കൈവിരലുകൾക്കിടയിൽ നിന്ന് ബാരൽ കണക്കിന് ജലം നിർഗളിച്ചു. നിങ്ങൾ കേട്ടില്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഓതിയില്ലേ? അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച ഓതിയില്ലേ? അടുത്ത വെള്ളിയാഴ്ചയും ഓതൂലേ? ഈ ഖത്തീബ് ഓതിയില്ലേ? മുമ്പത്തെ ഖത്തീബ് ഓതിയില്ലേ? ഈ പള്ളിയിൽ ഓതിയില്ലേ? ഇനി അപ്പുറത്തേത് പള്ളിയിലും ഓതുന്നില്ലേ? എന്തിനാണ് ആഴ്ചകൾ തോറും ഇതിങ്ങനെ ആവർത്തിക്കുന്നത്? എന്തിനാ? അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ നിന്ന് ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലി എന്ന് എല്ലാ വെള്ളിയാഴ്ചയും ആവർത്തിച്ച് കേൾപ്പിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ വിരലുകൾക്കിടയിൽ നിന്ന് ബാരൽ കണക്കിന് വെള്ളം നിർഗളിച്ചു എന്ന് കേൾപ്പിക്കുന്നത് എന്തിനാണ്? ഒന്നുമല്ല, ഒരു പള്ളിയിൽ, മുത്തുനബിന്റെ പള്ളിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് അന്നൊരുമിച്ച് കൂടിയത്. അവര് മുഴുവനും കേട്ടതാണ് ഈ ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയത്. ആയിരക്കണക്കിന് സ്വഹാബികളുള്ള സദസ്സിലാണ് അവിടുത്തെ വിരലുകളിൽ നിന്ന് വെള്ളം നിർഗളിച്ചത്. എന്നിട്ട് അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്തതാ. ഞാൻ പറയുന്നത് മുഴുവനും സത്യമാണ്, ഞാൻ പറയുന്നത് കൃത്യമാണ്, ഒരു സംശയത്തിന് അവകാശമില്ല. ഹബീബായ തങ്ങൾ അതിനാ മോനെ ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്നത്. അതിനാണ് അല്ലാഹുവിന്റെ റസൂൽ ഈന്തപ്പനകളെ നടത്തിയിട്ട് കാണിച്ചു തന്നത്. 5 വക്ത് നിസ്കരിക്കണമെന്ന് പറയാനല്ല, നോമ്പെടുക്കണമെന്ന് പറയാനല്ല, പലിശ വാങ്ങരുതെന്ന് പറയാനല്ല, സിനിമ കാണരുതെന്ന് പറയാനല്ല, മദ്യപിക്കരുതെന്ന് പറയാനല്ല, മറിച്ച് തങ്ങൾ പറഞ്ഞ ഈ മറഞ്ഞ കാര്യങ്ങളൊക്കെ അത് കൃത്യമാണ്, അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. എന്തേ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? അത്രയും അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ 30,000 അത്ഭുതങ്ങളും അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു കൊടുത്തത്. മക്കക്കാർക്കറിയില്ലേ? അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചത് മുതൽ മുത്തുനബിയിൽ നിന്ന് അത്ഭുതം കണ്ടവരാണവർ. 40 കൊല്ലം തങ്ങളെ അവർക്ക് ബഹുമാനമാ. തങ്ങൾ അംഗീകരിക്കാത്ത ഒരാൾ പോലുമില്ല. തങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കാത്തവരില്ല. തങ്ങൾ അവര് പേര് വിളിച്ചിരുന്നില്ല, അൽ അമീൻ എന്നാ വിളിച്ചിരുന്നത്. പിന്നെ എന്തേ ഈ തങ്ങളെ അവര് കുട്ടികളെ കൊണ്ട് കൂക്കി വിളിപ്പിച്ചത്? പിന്നെന്തേ ഈ തങ്ങളെ അവര് കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചത്? പിന്നെന്തേ ഈ തങ്ങളെ കാലിൽ കയറുകെട്ടി മഹ്താബിൽ കൂടി മുഖം നിലത്ത് കുത്തിയിട്ട് ഹബീബായ തങ്ങളെ കാലിൽ കയറുകെട്ടി വലിച്ചില്ലേ? ഇന്നത്തെ തവാഫ് ഇങ്ങനെ ആവട്ടെ മുഹമ്മദേ എന്ന് പറഞ്ഞവർ റസൂലുള്ളാഹിനെ ഉപദ്രവിച്ചില്ലേ? ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറുന്ന കൊടൽമാല കഴുത്തിൽ കൊണ്ടുവന്ന് ചാർത്തിയില്ലേ? ഇതൊക്കെ എന്തിനാ? ബദറും ഉഹദും ഖന്ദഖും ഹുനൈനും ഈ കാണുന്ന സമരങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ റസൂലിനെതിരിൽ അവർ നടത്തിയില്ലേ? എന്തിനായിരുന്നു
മറഞ്ഞ കാര്യം പറഞ്ഞതിന്റെ പേരില, മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരില. ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമാ ഇന്നാ ലമബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ. ഇനി ഒറ്റ കാര്യം കൂടെ ഞാൻ പറയുന്നുള്ളൂ. ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, ഏതൊരു മനുഷ്യൻ മരിച്ചാലും, പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും സയ്യിദാണെങ്കിലും ആരാണെങ്കിലും, മരിച്ചാൽ അവനെ കൊണ്ടുപോയി ഖബറിൽ നമ്മൾ മറവ് ചെയ്യുന്നതാ. ആഴമേറിയ ഖബറ് ഒരു മനുഷ്യന്റെയും ആ മനുഷ്യൻ കൈമേൽ പോട്ട് പൊക്കിയാൽ എത്രയാണോ ആഴം, അത്രയ്ക്കും ആഴമുള്ള ഒരു ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്യും. സുബ്ഹാനല്ലാഹ്. ആ ഖബറ് ഞാനും നിങ്ങളും നരകം കണ്ടിട്ടില്ല, സ്വർഗം കണ്ടിട്ടില്ല, മഹ്ശറ കണ്ടിട്ടില്ല, സിറാത്ത് പാലം കണ്ടിട്ടില്ല. പക്ഷെ ഉപ്പയെ കൊണ്ടുപോയി കിടത്തിയ ഖബറ് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരെ കൊണ്ടുപോയി കിടത്തിയ ഖബറ് കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പലരെയും കൊണ്ടുപോയി കിടത്തിയ ഖബറ് കണ്ടിട്ടുണ്ട്. ആ ഖബറിലെ സൗകര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന്റെ വിസ്തീർണം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ വിശാലത നമ്മൾ കണ്ടിട്ടുണ്ട്. മര്യാദക്കൊരു മനുഷ്യന് കിടക്കാൻ പോലും വീതിയില്ലാത്ത, ചെരിഞ്ഞു മാത്രം കിടക്കാവുന്ന, അവന്റെ തണ്ടറ്റവും തമ്മിൽ മുട്ടിക്കുന്ന രൂപത്തിൽ കിടക്കുന്ന ഒരു ഖബറാണ്. ആ ഖബറിലെ സൗകര്യം മോളെ നീ അറിയുമോ? ചുറ്റുവാതിന്റെ സൈഡുകള് ഒരിക്കലും തേച്ചു മിനുക്കിയിട്ടില്ല. അവിടെ സദാ ടൈലുകൾ പതിക്കപ്പെട്ടിട്ടില്ല, മാർബിളുകൾ വിരിച്ചിട്ടില്ല, പുതപ്പില്ല, പായയില്ല, ബെഡില്ല, ബെഡ്ഷീറ്റില്ല, ലൈറ്റില്ല. ആഴമേറിയ ഖബറിൽ കൊണ്ടുപോയി നിന്നെ കിടത്തിയതാ. സുബ്ഹാനല്ലാഹ്. ആ ഖബറിൽ കൊണ്ടുപോയി നിന്നെ ചരിച്ചു കിടത്തിയത്. നിന്നെ മര്യാദക്ക് മലർന്നു കിടക്കാൻ നിനക്ക് പറ്റില്ല, കമഴ്ന്ന് കിടക്കാൻ പറ്റില്ല, കമഴ്ന്ന് കിടത്താൻ പറ്റൂല, മലർത്തി കിടത്താൻ പറ്റൂല. നിന്റെ മുഖം കിബിലയിലേക്ക് തിരിച്ചു വേണം നിന്നെ കിടത്താൻ. അങ്ങനെ കിടത്തിയാൽ സുബ്ഹാനല്ലാഹ്, നിങ്ങളെ പള്ളിക്കാട്ടിൽ എവിടെയെങ്കിലും ഉള്ള പള്ളിക്കാട്, ആയിരക്കണക്കിന് കൊല്ലങ്ങൾ പഴക്കമുള്ള പള്ളിക്കാട്, ആ പള്ളിക്കാട്ടിൽ നിങ്ങളൊന്ന് പോയി നോക്ക്. ആ കിടക്കുന്നവരാരാ? ലോകം വിറപ്പിച്ചവരില്ലയോ? കോടീശ്വരന്മാരില്ലയോ? ലക്ഷപ്രഭുക്കളില്ലയോ? വലിയ വലിയ രാഷ്ട്രീയക്കാരില്ലയോ? വലിയ വലിയ തറവാട്ടുകാരില്ലയോ? വലിയ സൗകര്യത്തിൽ ജീവിച്ചവരില്ലയോ? ബെൻസിലും ടൊയോട്ടയുടെ കാറിലും യാത്ര ചെയ്തവരില്ലയോ? അതാ അടിക്കടിക്കുന്ന ബെഡിൽ കിടന്നവരില്ലയോ? ശീതീകരിച്ചിരിക്കുന്ന AC റൂമിൽ സുഖിച്ചു കിടന്നവരില്ലയോ? ആടിക്കളിക്കുന്ന ബെഡിൽ കിടന്നവരില്ലയോ? അങ്ങനത്തെ ആളുകളിൽ നിന്ന് എല്ലാവർക്കും ഒരേ വീടാ. ഈ നാട്ടിൽ ഏറ്റവും പാവപ്പെട്ട മുട്ടാളി പാവമാണെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യന്റെ വീടും ഒരേപോലെ, ഇവിടുത്തെ കോടീശ്വരന്റെ വീടും ഒരേപോലെ. എല്ലാവർക്കും ഒരേ ഡ്രസ്സാ. ആരും നല്ല ബനാറസിന്റെ പട്ടുസാരികള് ഒരു പെണ്ണും ധരിച്ചിട്ടില്ല. ആർഭാടമുള്ള ഓരോ മീറ്ററിന് 5000 10,000 വില പിടിപ്പുള്ള മുണ്ടുടുത്തിട്ടില്ല. അങ്ങനത്തെ ഷർട്ടുകൾ ധരിച്ചിട്ടില്ല. ജീൻസിന്റെ പാന്റ് ധരിച്ചിട്ടില്ല. അതാ 10,000 വില പിടിപ്പുള്ള കോട്ടുകൾ ധരിച്ചിട്ടില്ല. എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള കോട്ടൺ തുണികളാ. അല്പം പരുത്തിയാ. അവിടെ സമ്പന്നൻ വ്യത്യാസമില്ല, പണ്ഡിതൻ വ്യത്യാസമില്ല, ആരും വ്യത്യാസമില്ല. ഒരാളെ ഖബറും പ്രത്യേകമായി മോടി പിടിപ്പിച്ചിട്ടില്ല. ഒരാളെ ഖബറിലും ലൈറ്റ് ഘടിപ്പിച്ചിട്ടില്ല. ഒരാളെ ഖബറിലും വിരിപ്പ് വിരിച്ചിട്ടില്ല. ഒരാളെ ഖബറിലും മോനെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം പോലും തടഞ്ഞു എന്നല്ലാതെ വെളിച്ചമില്ല.
അതേ സൗകര്യങ്ങളില്ല, ബെഡുകളില്ല, മൊബൈൽ കൂടെ വെച്ചിട്ടില്ല, ക്യാമറകളില്ല. ആ കബറിലേക്ക് അങ്ങ് ഇറക്കി കിടത്തിയിട്ട് ആരാ നിന്നെ കബറിലേക്ക് കിടത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത്? അവൻ നിന്റെ തലയ്ക്ക് മീതുള്ള കെട്ടഴിക്കുന്നു, നിന്റെ നടുവിലെ കെട്ടഴിക്കുന്നു, കാലിന്റെ താഴ്ഭാഗത്തുള്ള കെട്ടഴിക്കുന്നു, തലക്കുഭാഗത്തുള്ള കെട്ടഴിച്ചിട്ട് നിന്റെ കവളിന്റെ ഭാഗത്തുനിന്ന് ഈ തുണി മൂന്നും നീക്കുകയാ, പരുത്തികൾ നീക്കുകയാ. അല്ലാ 25,000 50,000 ലക്ഷവും കൊടുത്തുകൊണ്ട് നീ മൈക്കപ്പ് ചെയ്തിട്ടുള്ള നിന്റെ മുഖം, നീ പലതും പൊട്ടിച്ച് മിനുക്കിയ നിന്റെ മുഖം, 1000 ആളുകൾക്ക് ഫോട്ടോക്ക് പോസ് ചെയ്ത് കൊടുത്ത നിന്റെ മുഖം, നിന്റെ പുരികം പിക്ക് ചെയ്ത് പിരിക്കുന്ന നിന്റെ മുഖം, നിന്റെ സുന്ദരമായിരിക്കുന്ന നിന്റെ മുഖം, പൊട്ടിട്ട് മിനുക്കിയ നിന്റെ മുഖം, എന്തൊക്കെയാ നീ വാരിത്തേച്ചിരുന്നത്? സൗന്ദര്യവർദ്ധക വസ്തുക്കളെ കൊണ്ട് ഏതെല്ലാം വിധത്തിലാ നീ മോടി പിടിപ്പിച്ചിരുന്നത്? ആ ബ്യൂട്ടീഷ്യനിൽ നിന്ന്, ബ്യൂട്ടി പാർലറിൽ നിന്ന് ബ്യൂട്ടീഷ്യനെ കൊണ്ടുവന്നിട്ട് 25,000 50,000 കൊടുത്തിട്ട് മൈക്കപ്പ് ചെയ്തിട്ടുള്ള നിന്റെ മുഖം, ആ മുഖമതാ ആ കവിളിന്റെ ഭാഗത്ത് നിന്ന് കഫം തുണി നീക്കിയിട്ട് നിന്നെ മണ്ണോട് ചേർത്തി വെക്കുകയാ. ഒരു ഉരുള മണ്ണെടുത്തിട്ട് അത് വെള്ളം ചേർത്തി ഒന്ന് കുഴച്ചിട്ട് ഒരു തലയിണ പോലെ വെച്ചിട്ട് അതിലേക്ക് നിന്റെ കവിളങ്ങ് അമർത്തി വെക്കുകയോ. അല്ലാ തൊട്ടാൽ ഉതുമുറിയാത്ത ഒരു പുരുഷൻ സ്ത്രീയാണെങ്കിൽ, അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ മറ്റൊരു പുരുഷൻ അതാ ചേർത്തി മണ്ണോട് മണ്ണ് ചേർത്തി വെച്ച് കഴിഞ്ഞാൽ മോനെ ചിന്തിച്ചിട്ടുണ്ടോ? അതിനുശേഷം നിന്റെ കബറുകളുടെ മേൽ വാരിച്ച കല്ലുകൾ വെക്കുകയാ. ആ കല്ലുകൾ വെച്ചിട്ട് ഇടയ്ക്ക് ഇതെല്ലാം ദ്വാരങ്ങളുണ്ടെങ്കിൽ ഇലകളോ മറ്റോ ചേർത്തിട്ട് അടയ്ക്കുകയാ. പിന്നെ മണ്ണ് കൊഴിച്ചിട്ട് കൃത്യമായിട്ട് അത് തേക്കുകയാ. അതിനുശേഷം ചുറ്റുഭാഗത്ത് നിൽക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉൾപ്പെടെ, നിന്റെ പ്രിയപ്പെട്ട മക്കൾ ഉൾപ്പെടെ, നിന്റെ പ്രിയപ്പെട്ട ആളുകൾ വരെ നിന്റെ ശരീരത്തിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ടിടുകയാ. അതിനുശേഷം കൈക്കോട്ട് കൊണ്ട് ആ മണ്ണ് കബർ മുഴുവനും നിറക്കുകയാ. 2 മീസാൻ കല്ല് കുത്തുകയാ. ഒരു ചെടി നട്ടി പിടിപ്പിക്കുകയാ. ഒരു തൊട്ടി വെള്ളം കൊണ്ട് 3 പ്രാവശ്യം നിന്റെ മീതെ ഒഴിക്കുകയാ. അതിനുശേഷം ഏതോ ഒരു ഉസ്താദ്, നീ ഭക്ഷണം കൊടുത്ത ഉസ്താദ്, അട്ടിപ്പാത്രത്തിൽ ഭക്ഷണം കൊടുത്തയച്ച പള്ളിയിലെ ഉസ്താദ് നിന്റെ തലന്റെ ഭാഗത്ത് നിന്നിട്ട് നിനക്ക് തൽഖീൻ ചൊല്ലി തന്നിട്ട് ഒരു ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് നിനക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് അങ്ങ് തിരിച്ചു പോരുകയാ. നീ 10 മാസം ഗർഭം ധരിച്ചിട്ടുള്ള 45 50 യൂണിറ്റ് വേദന അനുഭവിച്ച് നീ പ്രസവിച്ചിട്ടുള്ള നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അല്പസമയം കൂടുതൽ അവിടെ നിൽക്കുന്നില്ല. ഇന്നത്തെ രാത്രി എന്റെ ഉമ്മന്റെ കൂടെ നിൽക്കട്ടെ എന്ന് കരുതിയില്ല, നിന്റെ ഭർത്താവ് കരുതിയില്ല. ടെറഫിലും മറ്റ് ക്ലബുകളിലും നിന്നോടൊപ്പം കളിക്കാനും നിന്നോടൊപ്പം കുതിര കളിക്കാനും കൂടിയ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇന്നത്തെ രാത്രി എന്റെ കൂട്ടുകാരന്റെ കൂടെ നിൽക്കട്ടെ എന്ന് കരുതിയില്ല. ഒറ്റക്കൊരു റൂമിൽ കിടക്കാൻ നിനക്ക് പേടിയാ. 5 മിനിറ്റ് കറണ്ട് പോയാൽ നിനക്ക് പേടിയാ. ചുറ്റുഭാഗത്തും അതാ വിശാലമായ റൂമായിരിക്കലോട് കൂടെ തന്നെ ഫാന്റെ കാറ്റ് നിന്ന് പോയാൽ, അല്ലെങ്കിൽ AC ഓഫായി പോയാൽ ചൂട് കൊണ്ട് നിനക്ക് നിൽക്കാൻ പറ്റൂല. അങ്ങനത്തെ ചൂട് സഹിക്കാൻ പറ്റാത്ത നീ ഇടുങ്ങിയ കബറിൽ ഒരു ഫാനില്ല, AC ഇല്ല, കരണ്ടില്ല, ലൈറ്റില്ല. നിനക്ക് പേടിയാകുന്നതിന് ഒരാളും നിന്റെ കൂടെയില്ല, തൊട്ടടുത്ത റൂമിലില്ല, ആരും തടയാനില്ല. ആ പള്ളിക്കാട്ടിൽ ഏകാന്തനായിട്ട് ഏകാന്തതയുടെ വീട്ടിൽ നീ കിടക്കാൻ തുടങ്ങുകയാ. ആ നിന്നെ വിട്ടുപിരിയുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ട മക്കളും ഉറ്റവരും ഉടയവരുമെല്ലാം അവര് പറയാതെ പറയുന്നൊരു വാക്കുണ്ട്, കിടന്നോ
ഇന്ന് മുതൽ അനുഭവിച്ചോ. ഇനി നിനക്ക് തിരക്കില്ല. ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒരു പള്ളിയിൽ ജമാഅത്തിന് വരാൻ നിനക്ക് തിരക്കാണ്. അല്ലാഹ് ഇമാം നിസ്കരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനക്ക് നിനക്ക് നേരമില്ല, തിരക്കാണ്. ഖതീബ് നിർബന്ധമായിട്ട് വല്ലതും പറയാൻ എഴുന്നേറ്റ് നിന്നാൽ കേൾക്കാൻ നിനക്ക് സമയമില്ല, തിരക്കാണ്. നിന്റെ പ്രിയപ്പെട്ട ഉമ്മയൊന്ന് ചെന്ന് കാണാൻ നിനക്ക് സമയമില്ല, തിരക്കാണ്. നിന്റെ പല കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കാൻ നിനക്ക് തിരക്കാണ്. കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമുണ്ടാകുന്ന കുതുബിയ്യത്തിന്റെ വാർഷികത്തിന് വരാൻ നിനക്ക് സമയമില്ല, തിരക്കാണ്. അല്ലാഹ് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് മുഅ്മിനീങ്ങൾ അദ്ദാദ് ചെല്ലുമ്പോ അതിലൊന്ന് പങ്കെടുക്കാൻ നിനക്ക് സമയമില്ല, നിനക്ക് തിരക്കാണ്. എപ്പോഴും നിനക്ക് തിരക്കുകളാ, നിനക്ക് ബിസിയാ, നിനക്ക് ചുറ്റുപാടുകളാ, നിനക്ക് ജോലിയാ. ഇന്ന് മുതൽ ഇനി ജോലിയില്ല, ഒരു തിരക്കുമില്ല, വെറുതെ കിടക്കുകയാ. അല്ലാ, എത്ര തിരക്കുള്ള ആളുകൾക്കും ഇങ്ങനെ തിരക്ക് തീരുന്ന ഒരു സമയമില്ലയോ, ദിവസമില്ലയോ, വരാനില്ലയോ, ബന്ധുക്കൾ പിരിഞ്ഞു പോയില്ലയോ, മക്കള് പിരിഞ്ഞു പോയില്ലയോ, കൂട്ടുകാരി പിരിഞ്ഞില്ലയോ, ബന്ധുക്കൾ പിരിഞ്ഞില്ലയോ, ശിഷ്യന്മാര് പിരിഞ്ഞില്ലയോ, അനുയായികൾ പിരിഞ്ഞില്ലയോ, നേതാക്കൾ പിരിഞ്ഞില്ലയോ. ഈ കിടന്നടോ അനുഭവിച്ചടോ എന്നും പറഞ്ഞ് അവരങ്ങി പിരിഞ്ഞു പോയാൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ പിരിഞ്ഞു പോയാൽ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയണേ, എല്ലാരും പിരിഞ്ഞു പോയാൽ പിന്നെ നിന്റെ ഖബറിന്റെ മുൻവശം ആ മതിൽ കുത്തി തുരന്ന് ഒരു മലക്ക് വരും. ഇരുട്ടുള്ള അതിഭയങ്കരമായ ചൂടുള്ള ഒരു കിണറ്റിൽ ഇറങ്ങിയാൽ തന്നെ എന്ത് ചൂടാ. വിശാലമായ ഒരു കിണറ്റിൽ നിന്ന് ഇറങ്ങി വെക്കേണ്ട എന്ത് ചൂടാ. താഴേക്ക് പോകും തോറും ചൂട് കൂടുതലാ, മേൽപോട്ട് പോകും തോറും തണുപ്പാ. ഫ്ലൈറ്റ് ഒക്കെ മേലോട്ട് പോയാൽ അവിടെ ഭയങ്കര തണുപ്പാ. നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ വലിയ ചുരത്തിന്റെ മുകളിലൊക്കെ എത്തുമ്പോൾ തണുപ്പാ കൂടുന്നത്, ചൂടല്ല. താഴേക്ക് പോകും തോറും ചൂടാണ്, മേൽപോട്ട് കയറും തോറും തണുപ്പാണ്. ഞാൻ അതിന്റെ ശാസ്ത്രീയ വശമൊന്നും ഇപ്പൊ പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അതിഭയങ്കരമായ ചൂടുള്ള ഖബറിൽ നീ ഇങ്ങനെ കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ് വിശ്വസിക്കണം, അതാണ് മോനെ ഈമാൻ. തങ്ങൾ പറയുന്നു, നിന്റെ ആത്മാവ് എപ്പോഴാണോ നിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞത് ആ സമയത്ത് ആത്മാവിനെ മലക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇദാ മാത ഇൻസാനുൻ ഫഖംസുൻ ലിഖംസതി ലഹമുൻ ലിദീദാനിൻ വഅലമുൻ ലിതുർബതി വഅമലുൻ ലിമദ്ലൂമിൻ ലമന്നാബി യഖ്ലതി. നിന്റെ ആത്മാവ് മലക്ക് കൊണ്ടുപോയി അള്ളാഹുവിന്റെ തിരുസവിധത്തിലെത്തി. അതിനുശേഷം നിന്റെ ആത്മാവ് നിന്റെ ഡെഡ് ബോഡിയുടെ സമീപത്ത് വന്ന് നിൽക്കും. മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും കഫൻ ചെയ്യുമ്പോഴും അപ്പോഴെല്ലാം നിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് നിന്റെ ഡെഡ് ബോഡിന്റെ അടുത്തുണ്ട്. അതുകൊണ്ടാണല്ലോ വലിയ വലിയ മഹാന്മാര് മരിച്ചാൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹു ദറജ ഉയർത്തട്ടെ, മഹാനായ ഖുറത്ത് തങ്ങൾ അല്ലാഹു ദറജ ഉയർത്തട്ടെ,
താജുൽ മുഹഖിഖീൻ മഹാനായ താജുൽ ഫുഖഹാ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അല്ലാഹു ദറജ ഉയർത്തട്ടെ, ആലിക്കുഞ്ഞി ഉസ്താദ് അല്ലാഹു ദറജ ഉയർത്തട്ടെ. അങ്ങനത്തെ ആലിമീങ്ങളൊക്കെ മരിക്കുമ്പോൾ ആ മയ്യിത്തൊന്ന് കാണാൻ എന്തിനാ ജനങ്ങൾ തിക്കും തിരക്കും കൂടുന്നത്? അവരുടെ ആത്മാവ് സമീപത്തുണ്ട്. അവിടെ വരുന്നവരെ അവര് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. വരുന്നവർക്ക് മുഴുവനും അവരല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യും. ആ ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് മുഴുവനും അതുപോലത്തെ മഹാന്മാര് ശഫാഅത്ത് ചെയ്യും. അതിനാണ് മഹത്തുക്കൾ മരിക്കുമ്പോൾ നമ്മൾ പോകുന്നത്. ഇരിക്കട്ടെ, ആത്മാവ് അവിടെയുണ്ട്. ആത്മാവ് കുളിപ്പിക്കുമ്പോൾ സമീപത്തുണ്ട്, കഫൻ ചെയ്യുമ്പോൾ സമീപത്തുണ്ട്. അത് കഴിഞ്ഞ് കഫൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെച്ചറിലേക്കെടുത്ത് ആ സ്ട്രെച്ചർ കട്ടിലിൽ വെച്ച് കട്ടിലയേറ്റി ആളുകൾ പോരുമ്പോ ആ കട്ടിലന്റെ മുകളിൽ ഈ ആത്മാവ് ഇരിക്കുന്നു. ആത്മാവിനെ ആരും കുളിപ്പിക്കലില്ല, ആത്മാവിനെ ആരും കഫൻ ചെയ്യലില്ല. ആത്മാവ് മയ്യത്ത് കട്ടിലിന്റെ മുകളിലാണ്. ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ നിൽക്കുന്ന ആത്മാവ് അതാണ് കരയുന്നത്, അതാണ് പറയുന്നത്, അതാണ് വിലപിക്കുന്നത്. മരിച്ച മയ്യത്ത് കരയുമെന്ന് സഹീഹുൽ ബുഖാരിയിലില്ലേ, മുസ്ലിമിലില്ലേ? ആരാ കരയുന്നത്? ഈ ആത്മാവാണ്. അങ്ങനെ ഈ മയ്യത്ത് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവ് മീസാൻ കല്ലിന്റെ അടുത്ത് തന്നെ നിൽക്കും. ആ ആത്മാവിലേക്ക് നോക്കിയിട്ടാ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത്, ഖബറിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടല്ല. ആ ഖബറിന്റെ മുകളിൽ തലക്കുഭാഗത്ത് നിൽക്കുന്ന ആത്മാവിനോടാണ് പറയുന്നത്, യാ അബ്ദല്ലാഹ് ഇബ്നാമത്തില്ലാ ഉദ്കുരില്ലഹ്ദല്ലദീ ഖറജത അലൈഹി മിനദ്ദുനിയാ എന്ന സംബോധനമൊക്കെ ഈ ഖബറിന്റെ മുകളിൽ ഉള്ള ആത്മാവിനോടാണ്. മുത്തുനബി പറയുന്നു, അതിനുശേഷം ആളുകൾ പിരിഞ്ഞു പോന്നാൽ ഈ ഒരു മലക്ക് ഇവന്റെ ഖബർ കുത്തിത്വരന്ന് മേൽഭാഗത്തിൽ നിന്നല്ല ഭൂമിയിൽ കൂടി മാത്രം സഞ്ചരിക്കുന്ന മലക്കാണ്. വലിയ വലിയ കിണറും മറ്റും കുഴിക്കുമ്പോൾ എത്ര ജീവികളെ നമുക്ക് താഴെ കാണാൻ പറ്റും? ഭൂമിക്കടിയിൽ എത്ര ജീവികളുണ്ട്? ഇങ്ങനെ ഭൂമിയിൽ കൂടി ചലിക്കുന്ന യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മലക്കാണ്. ആ മലക്കിന്റെ പേര് റൗമാൻ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിക്കുന്നു, അഖ്ബിർനി അൻ അവ്വലി മലക്കി യദ്ഖുലുൽ ഖബ്റ, ഖബറിലേക്ക് ആദ്യമായി കടന്നു വരുന്ന മലക്കാരാ, തങ്ങളൊന്ന് പറഞ്ഞു തരുമോ? മഹാനരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻത അവ്വലു മൻ സഅലനി, ആദ്യം ഈ ചോദ്യം നിങ്ങളാണ് എന്നോട് ചോദിച്ചത്. ഇതുവരേക്കും ഒരാളും ചോദിക്കാത്ത ചോദ്യമാണ്. ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാം എന്ന് ഞാൻ കരുതി മാറ്റിവെച്ച വഴിയാണ്. അതാ മോനെ, ആദ്യമായി വരുന്ന മലക്ക് റൗമാൻ. ഈ റൗമാൻ എന്ന മലക്ക് ഇരുളടഞ്ഞ കൂരിരുട്ടുള്ള ഇടുങ്ങിയ ഖബറിലേക്ക് വന്നിട്ട് ആദ്യം ചെയ്യുന്നതെന്താ? എന്റെയും നിങ്ങളുടെയും ഉപ്പമാര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചെന്ന് ചോദിക്കൂ, ഖബറിന്റെ അടുത്ത് ചോദിക്കൂ, അവരനുഭവിച്ചവരാ. നാളെ മരിച്ചാൽ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാനുള്ളതാ. ഇത് കെട്ടുകഥയല്ല. ഹബീബായ തങ്ങൾ പറയുന്നു, ഈ റൗമാൻ എന്ന മലക്ക് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് ഖബറിന്റെ മുകളിൽ ഉള്ള ആത്മാവിനെയും ഈ ഡെഡ് ബോഡിയെയും ഒന്ന് ബന്ധിപ്പിക്കുകയാണ്. ഈ ശരീരവും ആത്മാവും തമ്മിൽ വീണ്ടും കണക്ഷൻ കൊടുക്കുകയാണ്. അങ്ങനെ കണക്ഷൻ കൊടുത്താൽ ഈ ഖബറിൽ കിടക്കുന്ന മയ്യിത്ത് ഫയഹ്യാ, ഹയാത്താകും. നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രം ഹയാത്താകും,
നെഞ്ഞിന്റെ താഴേക്ക് ചലനമില്ല, അനക്കമില്ല. നെഞ്ഞിന്റെ മേൽപോട്ട് ഹയാത്താകുന്നു, കണ്ണുകൾ തുറക്കുന്നു, ചുണ്ടുകൾ ചലിക്കുന്നു, കൈകൾ ഇളകുന്നു. ഇന്നലെ അല്ലെങ്കിൽ എവിടെ വെച്ചാണ് മരിച്ചത് എന്നറിയില്ലല്ലോ. ഒരുപക്ഷേ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചതാവാം, നടുറോട്ടിൽ ചതഞ്ഞരഞ്ഞ് മരിച്ചതാവാം, ICUയിൽ കിടന്ന് മരിച്ചതാവാം, വെന്റിലേറ്ററിൽ കിടന്ന് മരിച്ചതാവാം. പിന്നെ ബോധം വരുന്നത് എപ്പോഴാണ്? ഈ ഖബറിലെത്തിയപ്പോഴാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ ചിന്തിക്കുന്നത്, ഞാനിപ്പോ എവിടെയാണ്? ഞാൻ ICUയിലായിരുന്നല്ലോ, എന്റെ അപ്പുറത്തും ഇപ്പുറത്തും നഴ്സുമാരുണ്ടായിരുന്നല്ലോ, പ്രഗത്ഭരായ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ, എന്റെ ബന്ധുക്കൾ ഉണ്ടായിരുന്നല്ലോ, എന്റെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നല്ലോ, എന്റെ പ്രിയപ്പെട്ട മക്കൾ ഉണ്ടായിരുന്നല്ലോ, എന്റെ ഭാര്യ സമീപത്തുണ്ടായിരുന്നല്ലോ. അവരെവിടെ? ഇപ്പോൾ ഞാൻ എവിടെ? ഇവിടെ വെളിച്ചമില്ലല്ലോ, ഇവിടെ വിശാലതയില്ലല്ലോ. ഇരുളടഞ്ഞ ഇടുങ്ങിയ ഖബറിൽ കിടന്ന് ആ മനുഷ്യൻ കിടന്ന് ബേജാറാകുമ്പോൾ വളരെ കൃത്യമാണ് മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ സമയത്ത് റഹ്മാൻ എന്ന മലക്ക് പറയും, മോനെ, ഇത് നിന്റെ സുഖലോലുപതയുടെ വീടല്ല, ഇത് വിശാലതയുടെ വീടല്ല, ഇത് വെളിച്ചത്തിന്റെ വീടല്ല, ഇത് ഇരുട്ടിന്റെ വീടാ, ഇത് ഞെരുക്കത്തിന്റെ വീടാ, ഇത് ശിക്ഷയുടെ വീടാ, ഏകാന്തതയുടെ വീടാ. ഇവിടെ നിന്നെ സന്ദർശകരായി ICUവിലേക്ക് 6 മണിക്കും 7 മണിക്കും സന്ദർശകർ വരുന്നത് പോലെ വരുന്ന ടൈമല്ല, വീടല്ല. രോഗിയായി കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് എത്ര ആളുകൾ വരും. ഇതങ്ങനെ സന്ദർശനത്തിന് വരുന്ന വീടല്ല. ഇവിടെ നിന്റെ സന്ദർശകര് റബ്ബിന്റെ മലക്കുകളാ. ഇവിടെ നിന്റെ കൂട്ടുകാരായി കൂടെ കിടക്കുന്നത് നിന്റെ ഭാര്യയല്ല, മക്കളല്ല. ഇവിടെ നിന്റെ കൂടെ കിടക്കാൻ മത്സരിക്കുന്നത് 1.5 മുഴമുള്ള പുഴുക്കളാ. ആ തടിച്ച പുഴുക്കള് നിന്റെ കണ്ണിൽ കൂടി കയറിയിട്ട് മൂക്കിലൂടെ പുറത്ത് വന്നിട്ട് നിന്റെ കവിൾത്തടം കടിച്ച് കീറിയിട്ട് വായിലേക്ക് വീണ്ടും പോയിട്ട് നിന്റെ പയറ് മൊത്തം പൊട്ടിച്ചിട്ട് കൊടല് മുഴുവനും പുറത്ത് ചാടിയിട്ട് നിന്നോട് മത്സരിക്കുന്ന പുഴുക്കളാ. അവര് നിന്റെ കൂട്ടുകാരാ, നിന്റെ നിത്യ സന്ദർശകരായി ഇവിടെ വരുന്നത് റബ്ബിന്റെ മലക്കുകളാ. മോനെ, ഇവിടെ വെളിച്ചം നിന്റെ ഖുർആനാണ്, നിന്റെ സൽക്കർമ്മങ്ങളാണ്, നിന്റെ ഇബാദത്തുകളാണ്. അല്ലാഹ് അതുകൊണ്ട് പ്രായപൂർത്തിയെത്തിയതിനു ശേഷം നീ ചെയ്ത എല്ലാ കർമ്മങ്ങളും ഒന്ന് എഴുതി വെച്ചോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടൊക്കെ ഒന്ന് എഴുതിക്കൂടെന്നറിയും. അപ്പൊ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയും, അല്ലാഹ് എഴുതാനും കഴിയില്ല, അവിടെ പേനയില്ല, കടലാസില്ല. ഹബീബായ തങ്ങൾ പറയുന്നു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഇവിടെ എഴുതാൻ ഉപയോഗിക്കുന്ന പേന നിന്റെ വിരലാണ്, ഇവിടെ ഉപയോഗിക്കുന്ന മഷി നിന്റെ ഉമിനീരാണ്, ഇവിടെ എഴുതാൻ ഉപയോഗിക്കുന്ന കടലാസ് നിന്റെ കഫൻ തുണിയാണ്. ആ കഫൻ തുണിയിൽ നിന്ന് ഒരു കഷ്ണം ഈ മലക്ക് മുറിച്ചെടുത്തിട്ട് അവന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ
ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാലോ. അതേപോലെ പ്രായപൂർത്തിയെത്തിയത് മുതൽ മരിക്കുന്നത് വരെ ചെയ്ത എല്ലാ കാര്യങ്ങളും റബ്ബാ സമയത്തവൻ ഓർമ്മപ്പെടുത്തി കൊടുക്കും. അവൻ കൃത്യമായിട്ട് എഴുതും. എഴുതിയിട്ട് ഈ റൗമാൻ എന്ന മലക്ക് തന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കും. മുത്തുനബി ഓതിക്കൊടുത്തു ഇബ്നു മസ്ഊദ്, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ലേ, ഓരോ മനുഷ്യനും ചെയ്ത കാര്യങ്ങളും എഴുതി കൊടുക്കും. എന്നിട്ട് അവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കും. നിവർത്തിയ പുസ്തകമായി ഖിയാമത്ത് നാളിൽ അവനെ കൊണ്ടുവരുന്ന മലക്ക് കയ്യിൽ പിടിക്കും. എന്തിനാണ്? നാളെ ആഖിറത്തിൽ വിചാരണ ചെയ്യുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, നിന്റെ മലക്കുകൾ എനിക്കെതിരിൽ വെറുതെ എഴുതി വെച്ചതാ എന്ന് മനുഷ്യൻ പറയുമ്പോൾ അവനവന്റെ കൈപ്പട കൊണ്ട് എഴുതിയത് കാണിച്ച് ബോധ്യപ്പെടുത്താൻ ഖബറിൽ വെച്ചുകൊണ്ട് അല്ലാഹ് എഴുതിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് അവന്റെ ഖബറിൽ ആദ്യത്തെ ദിവസം നടക്കുന്ന കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഈ കഴുത്തിൽ കെട്ടിത്തൂക്കിയാൽ റൗമാൻ എന്ന മലക്ക് പറയും, മോനെ മനുഷ്യ കാത്തു കിടന്നോ, മഹാനായ രണ്ട് മലക്കുകൾ വരുന്നുണ്ട്. ഫത്താനുൽ ഖബർ, മുൻകറും നക്കീറും ഇതാ വരാൻ പോകുന്നു, നീ കാത്തു കിടന്നോ. ഈ റൗമാൻ എന്ന മലക്ക് ഇതെല്ലാം ഒരുക്കിയിട്ട് കഴുത്തിൽ കെട്ടിത്തൂക്കി മുൻകർ നക്കീർ എന്ന മലക്ക് വരാൻ പോകുന്നു എന്ന വാണിങ്ങും കൊടുത്ത് തിരിച്ചു പോവുകയാണ്. അറിയില്ലേ, നിഷേധിക്കാൻ പറ്റുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ നാട്ടില് എത്ര ആലിമീങ്ങളുണ്ട് ചോദിച്ചു നോക്കൂ. സഹീഹുൽ ബുഖാരിയിൽ കാണാം, കാനത്ത് ഇംറഅത്തുൻ തഖുമ്മുൽ മസ്ജിദ, മദീനത്ത് പള്ളി തൂത്തുവാരുന്നൊരു പെണ്ണുണ്ടായിരുന്നു. കറുത്ത ഒരു വിരൂപിയായ പാവപ്പെട്ട പെണ്ണാണ്. ആ പെണ്ണിന്റെ പേര് ഉമ്മു മിഹ്ജൻ എന്നാണ്. ആ പെണ്ണിനെ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് കണ്ടില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന ആരെ കാണാതിരുന്നാലും തങ്ങൾ ചോദിക്കും, ഇന്നാളെവിടെ? ഹബീബ് പള്ളിയിൽ വന്നപ്പോ പാവപ്പെട്ട ഉമ്മു മിഹ്ജനിനെ കാണുന്നില്ല. ചോദിച്ചു, ഉമ്മു മിഹ്ജൻ എവിടെ? യാ റസൂലല്ലാഹ്, അവര് മരിച്ചു പോയി, കഴിഞ്ഞ രാത്രി മരണപ്പെട്ടു പോയി. മരണപ്പെട്ടാൽ ഇന്നത്തെ പോലെ മണിക്കൂറുകളോളം മയ്യത്തിനെ താമസിപ്പിക്കാറില്ല. എത്രയും പെട്ടെന്ന് മരിച്ചു എന്നുറപ്പായാൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറവ് ചെയ്യലാ. മണിക്കൂറുകളോളം മയ്യത്ത് കാത്തു നിൽക്കലില്ല, അത് പുണ്യമല്ല. 4 മണിക്കൂർ കഴിഞ്ഞാൽ ഏത് ഡെഡ് ബോഡിയും ദ്രവിക്കാൻ തുടങ്ങുന്നതാണ്, അതിന് വ്യത്യാസം വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, അസിരിയോ ബിൽ ജനാസ. നമ്മുടെ തങ്ങള് പറഞ്ഞിട്ടുണ്ട്, ജനാസയെ നിങ്ങൾ ഉളരിപ്പിക്കണം. ഒരു കുടുംബത്തിന്റെ മുൻപിലും ഒരു മയ്യത്തിനെ കൂടുതൽ സമയം വെച്ചേക്കല്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഉമ്മു മിഹ്ജൻ മരിച്ചപ്പോൾ സ്വഹാബത്ത് രാത്രിയിൽ തന്നെ മറവ് ചെയ്തു.
തങ്ങൾ ചോദിച്ചു, അഫലാ കുൻതും ആദൻതുമൂനി, എന്തേ ആ ഉമ്മു മീജൻ എന്ന പാവപ്പെട്ട പെണ്ണ് മരണപ്പെട്ടപ്പോൾ എന്നെ നിങ്ങൾ അറിയിക്കാതിരുന്നത്? എന്നെ അറിയിക്കണ്ടേ? ഹബീബായ തങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാകും, തങ്ങൾക്ക് പ്രയാസമാകും എന്ന് കരുതി ഞങ്ങൾ അറിയിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ, എന്നാൽ ആദിനൂനി, നിങ്ങൾ അറിയിച്ചു തരൂ അവളെ ഖബർ എവിടെ? ആ ഖബറിന്റെ അടുത്തേക്ക് തങ്ങൾ പോവുകയാ. മഹദിയായ ഉമ്മു മിഹ്ജൻ റളിയല്ലാഹു അൻഹാ അവരെ മയ്യത്ത് ഖബറിന്റെ അടുത്ത് വെച്ച് തങ്ങൾ നിസ്കരിക്കുകയാ. മകനോ മകളോ ഗൾഫിലോ ബോംബെയിലോ ബാംഗ്ലൂരിലോ ആണെങ്കിൽ അവര് വരാൻ കാത്തിരിക്കേണ്ടതില്ല. അവരെ മയ്യത്ത് മറവ് ചെയ്യാം. അവർക്ക് വേണമെങ്കിൽ ഖബറിന്റെ അടുത്ത് പോയി നിസ്കരിക്കാം. അങ്ങനെ മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം ആ ഖബറിൽ കിടക്കുന്ന മയ്യത്തിന്റെ സമീപത്ത് നിന്ന് മുത്തുനബി ചോദിച്ചു, ഉമ്മു മിഹ്ജനേ, ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളിൽ നിന്ന് ഏറ്റവും പ്രതീക്ഷയുള്ള അമലായി നിങ്ങൾ എത്തിച്ചത് എന്തിനെയാ? ഏത് അമലിന്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടിയത്? എത്രയും പെട്ടെന്ന് കിട്ടിയ പ്രതിഫലം ഏതാണെന്ന് ചോദിച്ചപ്പോൾ കുമ്മുൽ മസ്ജിദി, പള്ളി തൂത്തുവാരിയതാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഉമ്മു മിഹ്ജൻ ബീവി മറുപടി പറയുന്നു, മരിച്ചവരോട് ചോദിക്കോ? ചോദിച്ചാൽ അവര് കേൾക്കോ? കേട്ടാൽ തന്നെ മറുപടി പറയുമോ? ഇതൊന്നും സ്വഹാബത്തിന് സംശയം വന്നില്ല. സഹാബത്ത് ശങ്കിച്ചില്ല. അവർക്ക് തങ്ങള് പറഞ്ഞത് അത്ര വിശ്വാസമാ. മക്കളെ, അല്പസമയം കഴിഞ്ഞാൽ മുൻകറിനെ കീറുന്ന മലക്ക് വരുന്നു. ആ രണ്ട് മലക്കുകളും വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഖബറിന്റെ മുൻഭിത്തികൾ കുത്തിത്തൊരന്ന് വരുന്നു. കറുകറുത്ത മലക്കുകളാ, ശരീരമാസകലം രോമങ്ങളാ, തിളങ്ങുന്ന കണ്ണുകളാ, അതേ കൊടുങ്കാറ്റ് പോലെ ശ്വാസം വിടുന്ന ശബ്ദമാ, ഇടിനാഥം പോലെയുള്ള മുഴക്കങ്ങളാ. ജഅദാനി അസ്റഖാനി അസ്വദാനി ശഅറുഹുമാ യസ്ഹബുഹു റിജ്ലാനി സൗതുഹുമാ കാമിസ്ലി റഅദിൻ ഖാസിഫി. അഇമ്മത്ത് രേഖപ്പെടുത്തിയതാ, സ്വഹീഹ് ഹദീസ് അവര് ബൈത്താക്കി ചൊല്ലിയതാ. അല്ലാഹ് കൂരിരുട്ടുള്ള ഈ ഖബറിലേക്ക് രണ്ട് മലക്കുകൾ, പേടിപ്പെടുത്തുന്ന മലക്കുകൾ, കണ്ണുരുട്ടുന്ന മലക്കുകൾ, ശരീരമാസകലൻ രോമമുള്ള മലക്കുകൾ, ഇടിനാഥം പോലുള്ള ശബ്ദമുള്ള മലക്കുകൾ വരുമ്പോ അവരെ കൈകളിൽ ഒരു രണ്ട് ദണ്ഡുകളുണ്ട്. ഹബീബ് പഠിപ്പിച്ചു, എന്റെ വകയല്ല. ഈ ഭൂമിയിലെ എവറസ്റ്റ് കൊടുമുടിക്ക് മുകളിൽ ആ ദണ്ഡ് കൊണ്ടടിച്ചാൽ അത് പപ്പടം പോലെ പൊടിഞ്ഞു പോകും. അത്രയ്ക്കും ശക്തമായ ദണ്ഡുകളുമായി രണ്ട് മലക്കുകൾ വരുന്നു. അതിനുശേഷം ഈ മനുഷ്യനെ ചോദിക്കാൻ തുടങ്ങുന്നു. ഈ രംഗം കണ്ട് ഭയപ്പെട്ടിട്ട് ഭയവിഹ്വലനായി പേടിച്ച രണ്ട് മനുഷ്യൻ, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. സത്യവിശ്വാസികളെ
ദുനിയാവിൽ ഉറച്ചു നിന്നവരെ, തൗഹീദിൽ ഉറച്ചു നിന്നവരെ, ഈമാനിൽ ഉറച്ചു നിന്നവരെ, അല്ലാഹുവിന്റെ വാക്കിൽ ഉറച്ചു നിന്നവരെ, മുത്തുനബിയുടെ വാക്കിൽ ഉറച്ചു നിന്നവരെ ഖബറിൽ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും, ദുനിയാവിൽ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും, ആഖിറത്തിൽ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. ഖുർആനിലില്ലേ പെട്ടെന്ന് കാണാം. എന്റെ മുഅ്മിനീങ്ങളെ, ഏത് രൂപത്തിലായി ഇത് അവതരിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. അതിസുന്ദരനായ സുമുഖനായ ഒരു മനുഷ്യൻ അവന്റെ ഖബറിൽ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നു, പേടിക്കണ്ട, ഒരാളും നിന്നെ തൊടില്ല, ഒരാളും നിന്നെ ശിക്ഷിക്കില്ല, ഒരാളും നിന്നെ ഉപദ്രവിക്കില്ല, ഒരാളും നിന്നെ ഞെട്ടിക്കില്ല, നീ സമാധാനത്തോട് നിന്നോ എന്ന് പറഞ്ഞു സുന്ദരനും സുമുഖനുമായ ഒരു മനുഷ്യൻ തന്റെ ഖബറിൽ വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ മയ്യിത്ത് ചോദിക്കും, നിങ്ങളാരാ? ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവില്ലല്ലോ, ഭാര്യയില്ലല്ലോ, എന്റെ ജീവിതം മുഴുവനും ഞാൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ഞാൻ ഉപേക്ഷിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മക്കള് കൂടെയില്ലല്ലോ. നിശാ ക്ലബ്ബുകളിലും ടറഫുകളിലും മറ്റെല്ലാ വേദികളിലും എന്നെ കൊണ്ടുപോയ കൂട്ടുകാർ എന്റെ കൂടെയില്ലല്ലോ. ആരും കൂട്ടിനില്ലാത്ത ഏകാന്തതയുടെ ഖബറിൽ എന്നെ ആശ്വസിപ്പിക്കാൻ വന്ന നിങ്ങളാരാ? ആ സമയത്ത് ആ സുന്ദരനായ സുമുഖനായ മനുഷ്യൻ പറയും, അനഅമലുക സ്വാലിഹ്, അനഅമലുക സ്വാലിഹ്, അനഅമലുക സ്വാലിഹ്, ഞാൻ നിങ്ങൾ ചെയ്ത സൽക്കർമ്മമാ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ച നിസ്കാരങ്ങളാ, ഓതിയ ഖുർആനുകളാ. അതേ, ഒരു ഇന്ദ്രിയത്തിന്റെ തുള്ളിയിൽ നിന്ന് കോടിക്കണക്കിന് ബീജഗണങ്ങളിൽ നിന്ന് 500 ബീജഗണങ്ങൾക്ക് ഉൽപാദന ശേഷിയുണ്ട്. അതിൽ ഒരു ബീജഗണത്തെ അണ്ഡവുമായി കൂട്ടിക്കലർത്തിയിട്ട് ഈ സുന്ദര ആകാര സൗഷ്ഠവമുള്ള ശരീരം പടച്ച റബ്ബാ, 248 എല്ലുകളും ഈ കാണുന്ന ശരീരം മൊത്തം മാംസവും മജ്ജയും അതേ ഹാർട്ടും കിഡ്നിയും സർവവും പടച്ച റബ്ബില്ലയോ? ആ റബ്ബ് ഈ മനുഷ്യൻ ചെയ്ത അമലുകളെ മുഴുവനും ഒരു സുന്ദരനായ മനുഷ്യനായി ഖബറിൽ രൂപപ്പെടുത്തിയതാ. സ്വാലിഹായ അമലാ, ഒരാളും തൊടൂല, ഒരാളും ഞെട്ടിക്കൂല, ഒരാളും നിങ്ങളെ വേദനിപ്പിക്കൂല, നിങ്ങൾക്ക് കൂടെ ഞാനാ എന്ന് പറഞ്ഞവൻ അവന്റെ സൽക്കർമ്മങ്ങള് അവന് പേടിക്ക് അവന് കൂട്ടിനായി ഖബറിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹ്. അതാണ് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, തങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചവരെ, ഖുർആൻ വിശ്വസിച്ചവരെ, ഷഹാദത്ത് കലിമ വിശ്വസിച്ചവരെ, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ കൊണ്ടുപോകാൻ, കൂടെ കിടക്കാൻ, ആശ്വസിപ്പിക്കാൻ എന്താണ് ഉണ്ടാക്കി വെച്ചത് ചിന്തിക്കണ്ടേ. നാളെ ഞാൻ എന്റെ ഖബറിൽ കിടക്കുമ്പോ കൊണ്ടുപോകാൻ, എന്നൊന്ന് ആശ്വസിപ്പിക്കാൻ, എനിക്ക് കൂട്ടുനിൽക്കാൻ, മുൻകർ നക്കീറിനോട് എനിക്ക് വേണ്ടി ഒന്ന് പറയാൻ എന്താണ് ഉണ്ടാക്കി വെച്ചതൊന്ന് ചിന്തിക്കണ്ടേ. അല്ലാഹനെ പേടിക്കണ്ടേ,
റബ്ബിന് തഖ്വ ചെയ്യണ്ടേ, കൽപ്പിച്ചതെടുക്കണ്ടേ, വിരോധിച്ചത് വർജിക്കണ്ടേ. വല്ലാഹു ഖബീറും ബിമാ തഅമലൂന. നിങ്ങൾ പ്രവർത്തിക്കുന്ന സകല കാര്യത്തിന്റെയും ഉൾപ്പൊരുള് റബ്ബറിയുന്നതാ. കണ്ണ് വെട്ടിക്കാൻ പറ്റൂല, ജാടക്ക് പറ്റൂല, കൃത്രിമം പറ്റൂല. റബ്ബ് കൃത്യമായി ഉള്ളറിയുന്നവനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് അല്ലാഹ് നന്നാക്കി തരട്ടെ. ഏകാന്തതയുടെ കൂരിരുട്ടിന്റെ ആ ഖബറിൽ സൽക്കർമ്മം തുണയായി വെളിച്ചമായി അല്ലാഹ് നമുക്ക് നൽകട്ടെ. ഹബീബിന്റെ പൊരുത്തം കൊണ്ട്, ഹബീബിന്റെ അഹ്ലു ബൈത്തിന്റെ ഇഷ്ടം കൊണ്ട്, അവരോട് പ്രിയം വെച്ചത് കൊണ്ട്, ആലിമീങ്ങൾ ആദരിച്ചത് കൊണ്ട്, അവരെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് കൊണ്ട്, കുതുബിയത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട്, ഗൗസുൽ ആദമിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് അല്ലാഹ് നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ, ആഫിയത്ത് തരട്ടെ, ഈമാനേറ്റി തരട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ഉമ്മത മുഹമ്മദിൻ, اللهم ارحم أمة سيدنا محمد وانصر أمة سيدنا محمد وأصلح أمة سيدنا محمد وتفرج عن أمة محمد واشرنا في زمرة محمد وانصر أمة محمد وسلم أمة محمد بحق محمد وآل محمد وصحاب محمد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. വളരെ പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളും പാപ്പ നമുക്ക് ദുആ ചെയ്യും. മറ്റു പണ്ഡിതന്മാരൊക്കെ ഇവിടെയുണ്ട്. നിങ്ങളൊക്കെ എനിക്ക് ദുആ ചെയ്യണം. ഓർമ്മയുള്ള എല്ലാ സദസ്സിലും ഞാൻ ദുആ ചെയ്യും. എനിക്ക് ഇരുന്ന് സംസാരിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇരുന്നതാണ്. സയ്യിദുമാരുടെയും അതുപോലെ ആലിമീങ്ങളുടെയും മുമ്പിൽ വെച്ചൊക്കെ ഇരിക്കാൻ വലിയ പ്രയാസമുണ്ട്. പക്ഷേ കൂടുതൽ സമയം നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇരുന്നതാണ്. നിങ്ങളൊക്കെ ക്ഷമിക്കണം, ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.